പണ്ട് ഒരു യോഗം നടന്നപ്പോൾ പെന്തിക്കോസുകാരുടെ യോഗമാ, ബഹളവും വെപ്രാളമാണല്ലോ. അപ്പൊ ഇത് തമ്പേറും എല്ലാം കൂടെ അടിച്ച് യോഗം നടന്നപ്പം വഴിയെ ആ ഭാഷ പറയുന്നത് തെറ്റാ, പിന്നെ അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞു നോക്കുള്ളൂ. ഒരു തലയ്ക്ക് അല്പം ബുദ്ധിമുട്ടുള്ളൊരു നാടൻ ഭാഷ പറയുന്നത് മോശമാണെങ്കിലും അങ്ങ് ഓപ്പണായിട്ട് പറയും. ഒരു വട്ടമുള്ള ആള് വഴിയെ കൂടെ പോയി. അപ്പൊ ഈ ബഹളവും ഒച്ചപ്പാടും കിട്ടി എന്നാന്നറിയാം, പുള്ളി കയറി ആ സഭാകോണിന്റെ പുറകിലിരുന്നു. അപ്പോൾ നമ്മുടെ പാട്ട് പാടി അതിൽ മൂപ്പിലെത്തിയപ്പോൾ ഉപദേശി കയറി പറഞ്ഞു, നമുക്ക് ഒരു വാക്യം വായിക്കാം. 152 സങ്കീർത്തനം 3-ാം വാക്യം. പുള്ളിക്ക് തെറ്റിയതാ. ഉടനെ ഈ വട്ടൻ എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു, പാസ്റ്റേ 150 സങ്കീർത്തനം വലിയ ഉള്ളെന്ന്. അപ്പം വട്ടന് വരെ അറിയാം എത്ര സങ്കീർത്തനമുണ്ട്. അവന് ആദാമിന് പിടികിട്ടിയില്ല. അതാ. അപ്പോൾ സങ്കീർത്തനം 150 ഇത് 5 പുസ്തകങ്ങളായിട്ട് തരംതിരിച്ച് പഠിക്കുക. ഇപ്പോൾ പുതിയ ഉപദേശക്കാർ എഴുന്നേറ്റിട്ടുണ്ട്, മോഡേണിസം. അവർ പറയുന്ന സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്നാ. ഇവനെല്ലാം മട്ട, വഴിയെ പോയ കക്ഷി. സങ്കീർത്തനം വായിക്കരുത്, പണിനിയമത്തിലെ വാക്യങ്ങൾ എടുക്കരുത്, ഉച്ചരിക്കരുത്, അത് പറയരുത്. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. എലന്തൂരുകാരെ ഇത് പഠിപ്പിക്കേണ്ട അറിയാം. ആമൻ വേദപുസ്തകത്തിലെ ഏത് ഭാഗത്തു നിന്നും പ്രസംഗിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ന്റെ ഒടുവിലത്തെ വാക്യം വരെ പറയാം, പ്രസംഗിക്കാം, ആമൻ സംസാരിക്കാം, പഠിക്കാം, പഠിപ്പിക്കാം. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. അതുകൊണ്ട് പഴയ നിയമം പ്രസംഗിക്കരുത്, സങ്കീർത്തനം പറയരുത്. പഴയ നിയമം വേണ്ടെന്ന് പറയുന്നവന്മാർ ദുരുപദേശക്കാരാ. അവരെ സഭയെ കയറ്റരുത്, അവസരം കൊടുക്കരുത്. അവരതിന് ക്രമീകരണം വരുത്തി വെച്ച അവസരം കൊടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗവും പ്രസംഗിക്കുക. എല്ലാ തിരുവെടുത്തും ദൈവശ്വാസ്യമാണ്. നിൻമുഖ കാന്തികൾ മ്ലാനത നീങ്ങും, നിൻമുഖ കാന്തികൾ മ്ലാനത നീങ്ങും, നിന്മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും. നിന്മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും. മഹിമയഴും പരമേശ മഹിമ യേശു മഹേശ, മഹിമയഴും പരമേശ മഹിമ യേശു മഹേശ. എല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസിമാണ്. ഇത് ദൈവത്തിന്റെ തിരുവചനമാണ്. കീടമോ കേടോ യാതൊരു അപാകതയില്ല. ശുദ്ധി ചെയ്ത നിർമ്മല വചനം. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം. ഇത് ഉലയിലിരിക്കി ശുദ്ധി ചെയ്ത ദൈവത്തിന്റെ വചനം. ഇത് അണ്ണാക്കിന് മധുരമാ ദൈവത്തിന്റെ വചനം. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. ഇത് സൗഖ്യമാക്കുന്ന വചനമാ. ഇത് നിന്നെ ശുദ്ധീകരിക്കുന്ന വചനമാ. യഹോവയുടെ വചനം തീ പോലെ പാറയെ തകർക്കുന്ന ചുറ്റികയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് പറയുക, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും. ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ വചനം വന്ന് രോഗം മൂർച്ഛിപ്പിക്കല്ല, സൗഖ്യമാക്കി തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. മനോവേദനയോടെ മനോഭാരത്തോടെ വന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നിന്റെ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കും. ഇന്ന് രാത്രി നിന്റെ വിലാപത്തെ നൃത്തമാക്കും. ആമൻ. 107-ാം സങ്കീർത്തനം 20 നമുക്കറിയാം. അവൻ അവന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. അടുത്ത വാക്യമുണ്ട്, കുഴിന്ന് കയറ്റിയെന്ന്. നീ എന്നും കുഴി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വചനത്തിന്റെ ശക്തിയാ നിന്നെ കുഴിന്ന് കയറ്റും. ഇന്ന് രാത്രി ആ വചനശക്തി ഇവിടെ വ്യാപരിക്കണം. അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. അത് ഞാൻ അധികം ആ ഭാഗമൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വേർപെട്ട സഭകളുടെ ഒട്ടുമിക്ക കൂട്ടായ്മ യോഗങ്ങളിലും ശുശ്രൂഷ രംഗങ്ങളിലും സങ്കീർത്തന പാരായണത്തിനാണല്ലോ പ്രാധാന്യം. വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്നവരും നടത്തുന്നവരുമാ 45-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയ്ക്ക് ഒരു ഭൂഷണമാണ്. അതിന് പകരം വേറെ സങ്കീർത്തനം വായിക്കാനാ? അതിനതേ ഒക്കുള്ളൂ. വിവാഹം കഴിച്ചവർക്കും കഴിക്കുന്നവർക്കും കഴിക്കാൻ പോകുന്നവർക്കൊക്കെ അതിലെ വാക്യങ്ങൾ വളരെ പ്രയോജനമാണ്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും പിതൃഭവനത്തെയും. പിന്നെ ഏരിയയിലും കല്യാണം നടക്കുകയല്ലേ. അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലരാഞ്ഞി ചന്തമേറും
ചന്തമേറും ശോഭ മൂലം അന്തപുരത്തിലെ രാജ്ഞി. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭ മൂലം എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം പൊൻകസബു കൊണ്ടു നെയ്തത. എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം പൊൻകസബു കൊണ്ടു നെയ്തത. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി. പാടാൻ നേരമില്ല, അതുകൊണ്ട് അങ്ങ് അടങ്ങുക. അപ്പൊ ശ്രദ്ധിക്കുക, ആ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് വിവാഹ ശുശ്രൂഷയ്ക്ക് ഭൂഷണമാണ്. വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന ദുഃഖഭവനങ്ങൾ ചെല്ലുമ്പോൾ സാധാരണ ആ ദൈവദാസന്മാർ വായിക്കുന്ന സങ്കീർത്തനമാണ് 90. അതിന് പകരം ഏത് വായിക്കാന്? അത് തന്നെ വായിക്കാൻ പറ്റും, അതേ ഒക്കൂ. അത് ദുഃഖത്തിലിരിക്കുന്നവരൊക്കെ അതിലെ വാക്യങ്ങൾ പ്രത്യാശ വർദ്ധിക്കുകയും ആശ്വാസം കൈക്കൊള്ളുന്ന വാക്യങ്ങളാണ്. മർത്യനെ പൊടിയിലേക്ക് ഏകവചനം, തിരിച്ചു വിളിക്കുന്നത് മനുഷ്യപുത്രന്മാരെ ബഹുവചനം. ഓരോരുത്തർ കർത്താവിൽ നിദ്ര പ്രാപിക്കുമ്പോൾ മണ്ണിന് മണ്ണായിട്ട് പൂടിക്ക് ഏൽപ്പിക്കുമെന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ അവൻ സകല വിശുദ്ധന്മാരും കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ ഒരുമിച്ച് ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾക്കെല്ലാം സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞാൽ അത് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ആ ഭാഗം അങ്ങ് അധികം പറയുന്നില്ല. ഭവന പ്രതിഷ്ഠ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ ഒക്കെ സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക പതിവ്. അതൊരു അനുഗ്രഹമാണ്. അത് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ്. നമുക്കെല്ലാം വളരെ പരിചിതമായ വാക്യമാണ്. ഓർപ്പിച്ചല്ലോ, കൺവെൻഷൻ വേദികളിലൊക്കെ ദൈവദാസന്മാർക്ക് പ്രാർത്ഥനയ്ക്ക് അവസരം കൊടുക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിലെ ഒട്ടുമിക്ക വാക്യങ്ങളും ഉച്ചരിച്ച് ഉരുവിട്ട് ഉച്ചസ്ഥലം പ്രാർത്ഥിക്കാറുണ്ട്. സാധാരണ കേൾക്കാറുണ്ട്. അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കും, കർത്താവ് ലൈറ്റ് മൈക്ക് സൗണ്ട് എല്ലാം നന്നായി പ്രവർത്തിക്കുന്നു, തുടർന്നും പ്രവർത്തിപ്പിക്കണമേ, നിന്റെ ദാസനെ ഉപയോഗിക്കണമേ, ദേശത്തോട് ദൈവം വ്യവഹരിക്കണമേ, വടക്കിനോട് തരികാനും തെക്കിനോട് തടുത്തു വെക്കൽ അരുളി ചെയ്ത ദൈവം ഇന്ന് രാത്രി ദേശത്തിന്റെ പള്ളക്കാടുകളെ ഇളക്കി ആത്മാക്കളെ നൽകണമേ. ഇന്ന് രാത്രി അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. മരത്തിന്റെ തോലിരിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, മരുഭൂമിയെ നടുക്കിയ ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക പതിവാ. അതാ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ശ്രദ്ധിക്കുക, ദൈവം ശബ്ദിക്കുന്നത്, ദൈവം സംസാരിക്കുന്നത് പല നിലകളിലാണ്. സ്വപ്നങ്ങളിൽ കൂടി ദൈവം സംസാരിക്കും, ദർശനങ്ങളിൽ കൂടി ദൈവം ഇടപെടും, വെളിപ്പാടുകൾ തന്ന് ദൈവം സംസാരിക്കും. ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുമ്പോൾ നിന്നോട് സംസാരിക്കും. ചില നല്ല ആത്മീക പാട്ട്, ആ പാട്ടിനകത്തൂടെ ദൈവം നിന്നോട് ഇടപെടും. സ്തോത്രം. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. വിവിധ നിലകളിലാണ് ദൈവം സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നത് വളരെ ശക്തമായിട്ടും ദൈവം സംസാരിക്കും, ശാന്തമായിട്ടും ഇടപെടും. ശക്തമായിട്ടും ഇടപെടും, ശാന്തമായിട്ടും ഇടപെടും. നമ്മുടെ ആൾക്കാർക്ക് ഒരു അപാകതയല്ലൊരു പരുവക്കേടാ. ശാന്തമായിട്ട് സംസാരിച്ചാൽ ഉൾക്കൊള്ളത്തുമില്ല, അംഗീകരിക്കത്തുമില്ല, പോരാൻ നേരത്ത് പോകുമ്പം അഭിപ്രായവും പറയും. എനിക്കറിയാം, ദൈവത്തിൻ്റെ ദാസന്മാർ ചിലരെ എഴുന്നേറ്റ് നിന്ന് വളരെ ശാന്തമായിട്ട് അടുക്കടുക്കടുക്കായിട്ട് ദൈവവചനം പറയും. നല്ല ക്ലാസ്സും നല്ല വചന ശുശ്രൂഷകളാണ്. വലിയ വെപ്രാളവും ബഹളവും അലറിച്ചും കൂവിച്ചും ഒന്നുമില്ല. വളരെ ശാന്തമായ നല്ല വചനമാണ്. പക്ഷെ നമ്മുടെ പെന്തിക്കോസുകാർ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമല്ല. അവരെ ഉഴപ്പിയിരിക്കുകയും ചെയ്യും. പിന്നെ കഴിയുമ്പോൾ ഇവർ പറയും, ഓ കൃപയൊന്നും ഉള്ള ആളല്ലെന്നാ തോന്നുന്നത്.
അഭിഷേകമെല്ലാം പോയി. അങ്ങനെയൊക്കെ അഭിപ്രായം പറയും. എന്നാൽ ചിലരെ വചനം ഒന്നും കാണുകയില്ല, ഒന്നുമില്ല, ചുമ്മാ കിടന്ന് അലറുക, യൂന്നങ്ങ് അലറുക, ഒന്നുമില്ല, കച്ചി തുറുവിന് തീ പിടിച്ച പോലെ പെട്ട് ശബ്ദം കേൾക്കാം, ഒരു ഇച്ചിരി ചാരമേ ഉള്ളൂ, ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ആൾക്കാർ എന്തോ അമ്മാമ്മ എന്തോ വരുന്നു, വായുവിൻ്റെ അസുഖമുള്ളത് പോലെ അങ്ങനെ വെക്കുന്നതല്ലാതെ ഇതെന്നാന്ന് പോലും അറിയാൻ മേല. നമ്മൾ പറയാം ഭയങ്കര പുള്ളി താഴെ നിന്നില്ല, കാലയിൽ ആണി കാണും. ഒരു കാര്യം നിങ്ങളോട് പറയാം, ദൈവം ശക്തമായിട്ടും ഇടപെടും, ശാന്തമായിട്ടും ഇടപെടും. നമുക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വായിക്കുന്നത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദമെന്ന 1:14. അങ്ങനെയല്ലയോ, ആ പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാനെ നാടുകടത്തപ്പെട്ട യോഹന്നാൻ കർത്ത ദിവസത്തിൽ ആത്മവിവശനായി. ആ ആത്മവിവശനായപ്പോൾ ദൈവം തന്നോട് ഇടപെടുക. താന് വിവശനായപ്പോൾ ഒരു ശബ്ദം നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ എന്ന 7 സഭകൾക്ക് എഴുതുക എന്ന് കാഹളനാദത്തിനുള്ള ശബ്ദം എന്റെ പിൻപിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദമെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 13-ാം വാക്യം വായിക്കാമോ? എനിക്ക് അച്ഛനെ കൊണ്ട് വായിപ്പിക്കുന്നത് സങ്കടമുണ്ട്. എന്നേക്കാൾ സീനിയറും എന്നേക്കാൾ എല്ലാ കാര്യത്തിലും പ്രഗത്ഭനായി, എന്നാലും എനിക്കൊന്ന് സഹായിച്ചതായി ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഇവരാരും വായിക്കുകയല്ല. അച്ഛൻ വായിക്കും. തിരിഞ്ഞപ്പോൾ 7 പുറകോട്ട് തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു ഇന്ന് രാത്രി ആ ക്രിസ്തു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നീ ഏകാന്തത അനുഭവിക്കുമ്പോൾ, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ, നിന്നെ വിടക്കണ്ണുമ്പോൾ, തള്ളിക്കളയുമ്പോൾ മേറെ നിൽക്കുന്ന കർത്താവല്ല, പ്രൈസ് ദി ലോർഡ്, നിന്റെ അടുത്ത് വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന യേശു, നിന്നെ രക്ഷിക്കുന്ന യേശു, നിന്നെ വിടുവിക്കുന്ന യേശു. അപ്പോൾ ആ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ അപ്പോസ്തലൻ ദർശിക്കുന്നു. അടുത്തത്, അവന്റെ തലയും തലമുടിയെല്ലാം വെളുത്ത് പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും. ഡൈ അല്ലേ? യേശു ഡൈ അടിച്ചു വന്നതല്ലേ? അല്ല. ഞാൻ വായിച്ചു. അടുത്തത്, വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അവിടുത്തെ തിരുശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇന്ന് രാത്രി ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടുമെന്ന്. വളരെ വെള്ളത്തിന് ഇരച്ചിൽ കൊത്തതും ശവക്കല്ലറയിൽ നിന്നും വെള്ളിയെ മരിച്ചോ ഉയർത്തു വരുവാനായി. വളരെ വെള്ളത്തിന് ഇരച്ചിൽ കൊത്തതും ശവക്കല്ലറയിൽ നിന്നും വെള്ളിയെ മരിച്ചോ ഉയർത്തു വരുവാനായി. തക്കവല്ലഭമുള്ള എളിയ ജനം ചെവിക്കൊള്ളുവതുമായി വലിയ ഗംഭീര ശബ്ദമുള്ളോനെ സ്തുതിപ്പി യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പി യേശുദേവനെ. ഓ സ്തുതിപ്പി ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പി യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പി യേശുദേവനെ. അപ്പൊ ശ്രദ്ധിക്കുക, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. വളരെ ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടും. അപ്പോൾ തന്നെ ശാന്തമായിട്ടും ദൈവം ഇടപെടും, ശാന്തമായിട്ടും ഇടപെടും. ദൈവദാസന്മാർക്ക് ഭാഗമൊക്കെ അറിയാം, ദൈവമക്കൾക്കും അറിയാം. ഏലിയാവ് ഗുഹയ്ക്കകത്തിരുന്നപ്പോൾ മൃദുവായൊരു ശബ്ദം, മൃദുസ്വരം, സാവധാനത്തിൽ ഒരു മൃദുസ്വരം. സാവധാനത്തിലും ദൈവം ഇടപെടും. യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, ഞാൻ നിന്നെ പറ്റി ഒരു മന്ദസ്വരം കേട്ടെന്ന. അപ്പൊ അവിടെ മന്ദസ്വരം 26 മന്ദസ്വരം, സാവധാനത്തിനുള്ള സ്വരം, മൃദുവായ ശബ്ദം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. എൻ്റെ അഭിപ്രായം, എങ്ങനെ ദൈവം സംസാരിച്ചാലും ഏറ്റെടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാണ്. അത് ഭാഗവതം വിവരിക്കുന്നില്ല. 29:8 നമ്മൾ വായിച്ചത്. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ശ്രദ്ധിക്കുക, ഈ കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. എന്താ ഇതിങ്ങനെ നടുങ്ങാൻ കാരണം? ചില കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക. ഇത് നടുങ്ങാനുള്ള കാരണം എന്താ? ശ്രദ്ധിക്കുക, ഈ കാദേശ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം.
ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, ദൈവം വിശുദ്ധമെന്ന് എണ്ണിയ സ്ഥലം, അതാണ് കാദേശ്. യഹോവയ്ക്ക് വിശുദ്ധം. ദൈവം വിശുദ്ധമെന്ന് എണ്ണിയ സ്ഥലമാണ് കാദേശ്. ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു. അതിന്റെ പേര് ഏൽ മിഷ്പാത്ത് എന്ന. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത്. ഒരു വാക്യം വായിക്കാം. ആ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. കാദേശിന്റെ പണ്ടത്തെ പേര് ഉൽപ്പത്തി 14:6. തോമസ് കുട്ടിച്ചാൻ തന്നെയാ വായിക്കുന്നതോർത്ത് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ എടുത്തവർക്ക് ചടികടാന്ന് വായിക്കാം. ഇത് ശുശ്രൂഷയാണ്. വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും എല്ലാം ഭാഗ്യം വരുമെന്ന. പ്രമാണിക്കാന്നെ ഭാഗ്യത്തിന്റെ അയ്യര് കളിയാ. പിന്നെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങൾക്കുള്ള ഭാഗ്യമൊക്കെ മതി, പുതിയ ഭാഗ്യമൊന്നും. അപ്പം പിന്നെ തോമസ് കുട്ടിച്ചാന്റെ തന്നെ ഭാഗ്യം വരട്ടെ. വായിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൻ മിസ്പാത്തിൽ ഏമിനെയും സയീർ മലയിലെ ഹോജിനെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ആ വാക്കിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്ന. ന്യായവതിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ദൈവം ന്യായം വിധിച്ച സ്ഥലമാണ്. വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്രാബേൽ, അരിയോക്ക്, കെതർലായമോർ, തീദാൽ ആദിയായ ബാബിലോണിയായുള്ള 4 പേര്, ബേരാ, ബൃഷ, ശിനാബ്, സോബർ ആദിയായ സോദോമി ചായുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുടിക്കകത്ത് പോയി പലരും ചെതറി ഓടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോദോമിനെ കൊള്ളയിട്ടു, പിന്നെ ആ സോദോമിനെ അപഹരിച്ചു, പിന്നെ നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവന്റെ ഭാര്യ 2 പെൺകുട്ടികൾ സർവ്വസമ്മതം തട്ടിക്കൊണ്ടുപോയി. അബ്രഹാം ആത്മീയനായതുകൊണ്ട് ഉടനെ ആവശ്യമില്ലാത്ത പറഞ്ഞില്ല. അവൻ അങ്ങനെ തന്നെ വരണം, ഇവൻ ഇങ്ങനെ പോവുകയുള്ളൂ എന്ന് അബ്രഹാം പറഞ്ഞു. നമ്മളാന്ന് എന്തെല്ലാം നമ്മൾ പറയുന്ന പൊതുവെ പറയാൻ നോക്കുകയല്ല. എന്തെല്ലാം പറഞ്ഞാൽ ചിലർ ഇതിനകത്ത് വന്ന് കുത്തിയിരിക്കുന്നത്. അബ്രഹാം ആത്മീകനാ, അതുകൊണ്ട് അബ്രഹാം ഒന്നും മിണ്ടില്ല. അബ്രഹാമിന് മനോഭാരമുണ്ടായി. അബ്രഹാം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അബ്രഹാം മമ്രയുടെ തോപ്പില്ല. മമ്രെ എന്നുള്ളത് ഒരു അമോര്യനാ. അവന് 2 സ്നേഹിതന്മാരുണ്ട്, ആനേർ, യഷ്കോലും. അങ്ങനെ മമ്രെ, ആനേർ, യഷ്കോൽ തന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസി. ഞാനിങ്ങനെ പറഞ്ഞത് വീണ്ടും ജനിച്ച 318. സ്തോത്രം. ആ വീണ്ടും ജനിച്ചവരെയും മമ്ര എന്നുള്ളത് ബലമാണ്. സ്തോത്രം. ആ മമ്രയും ആനേറും യഷ്കോലും 3. 318 3 321. അബ്രഹാമിനെ കൂടെ ചേർത്താൽ 322. വേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം നല്ല കണക്കാ. എന്ന് പറഞ്ഞാൽ കണക്കൊപ്പിച്ച് അബ്രഹാം യുദ്ധത്തിനിറങ്ങി. ആ യുദ്ധത്തിൽ എബ്രായനായ അബ്രഹാമിന് ദൈവം ജയം കൊടുത്തു. എടാ, വീണ്ടും ജനിച്ചവൻ ചെന്നാൽ വിടുതലുണ്ടാകും. വീണ്ടും ജനിച്ചവൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. വീണ്ടും ജനനം പ്രാപിച്ചവൻ സ്തോത്രം ചെയ്താൽ വിടുതലുണ്ട്. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ അവൻ സ്തോത്രം ചെയ്താൽ അതിന് ദൈവശക്തി വ്യാപരിക്കും. ആ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി. സോദോമിനെ കൊള്ളകിട്ട 4 വമ്പൻ രാജാക്കന്മാരെ അബ്രഹാം അമ്പെ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ചു. അപ്പോൾ ഇവരെ നിഗ്രഹിച്ചല്ലെങ്കിൽ കൊന്നൊടുക്കിയ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ന്യായവതിയുടെ സ്ഥലം എന്നേ അർത്ഥം വന്നത്. എന്താ ഇവിടെ ഇപ്പോൾ അത് പറയാൻ കാര്യം? നമ്മോടുള്ള ബന്ധത്തിലുള്ള പാഠം. ഒരു കാലത്ത് ഞാൻ നിങ്ങൾ വല്ല ന്യായവിധിക്ക് അർഹരായി പോയവരാ. അല്ല, പുസ്തകത്തിന്റെ പ്രമാണപ്രകാരം പറഞ്ഞാൽ ശിക്ഷാവിധിക്ക് അർഹരായി പോയവരാ. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ പിശാചിന്റെ പിടിയിൽ നാശന്റെ കയ്യിൽ അവൻ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും കരുണയില്ലാതെ അവൻ വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ശിക്ഷാവിധിക്ക് അർഹരായി പോയി എന്നെയും നിങ്ങളെയും ഒരുവൻ തേടിയെത്തി സ്വർഗ മഹിമകൾ വെടിഞ്ഞ് അവൻ സ്വർഗീയ അവൻ സ്തോത്രം ശ്രേഷ്ഠത വെടിഞ്ഞ് ആ ഫിലിപ്പിയാലേഖനം പഠിപ്പിക്കുന്നത് ദൈവരൂപത്തിൽ ഇരിക്കുക ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ആ സ്വരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെ താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ ജീവനെ തന്നു, ഒരുവൻ രക്തം ചിന്തി, ഒരുവൻ തിരുശരീരം നമുക്കായി തകർത്ത് ഏൽപ്പിച്ചു തന്നു. ആ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ടായി. ഇന്ന് രാത്രി യേശുക്രിസ്തുവിൽ കൂടി മാത്രമാ രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂല് കൊണ്ടൊന്നും ഒരുത്തരും സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഞാൻ പകലോ മറ്റത്തെയാ, തായില്ലത്തെയാ, കാളികാവിലെയാ, ചങ്കരപുരിയിലെയാ, ചങ്കരത്തിലെയാ, നിന്റെ കുന്തം
എടാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. കുരിശും തൊട്ട് ഞങ്ങളുടെ പറമ്പില ഞങ്ങളെ കുഞ്ചച്ചേടത്തെയാ, ആ നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുഞ്ചച്ചേട വന്നേലും കൊള്ള, ഏത് ചേട വന്നേലും കൊള്ള, രക്ഷിക്കപ്പെടാം. അങ്ങനല്ലേ? ആ, ഞാൻ എലന്തൂരിലെ കോയിക്കലേത്തയാ, നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ കോയിക്കലത്ത് നമ്മുടെ പിന്നെ അറിവുള്ളതുകൊണ്ടാണ് നീ പറയുന്നേ. സ്തോത്രം. നീ ഏത് ഞാൻ പാലത്തും പാട്ടയാ, സാങ്കുടിക്കാല. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞാൻ തെക്കേത്തുണ്ടിയില്ല, ഏത് തുണ്ടിയാന്നേലും കൊള്ള, സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞാൻ കാവാലമാ എന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോക്ക് കിടക്കില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കുരിശും തൊട്ട് ഞങ്ങളുടെ പറമ്പിലാ ഞങ്ങൾ ആ പള്ളിക്ക് സ്ഥലം കൊടുത്തത്. എടാ, നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാരുണ്ട്. ഞങ്ങളുടെ അപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ, ഞങ്ങളുടെ വല്യപ്പച്ചനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിന് 500-ന്റെ മോട്ടറാണ് സ്റ്റാർട്ട് ചെയ്തെന്ന്. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, എഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, എഴയ്ക്കു വേണ്ടി യേശു യാഗമായി. അപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട. നിന്റെ അരിയും തുണിയും മണിയും കിണിയൊന്നും യേശുവിന് വേണ്ട. യേശുവിന് നിന്നെ മതി. കോഴിയുടെ പടലേക്ക് പിടിച്ച് യേശുവിന് കോഴിയും വേണ്ട, താറാവും വേണ്ട. അതിനെ പൊരുന്ന വെക്കാൻ പോവാന്ന്. സ്തോത്രം. യേശുവിന് നിന്നെ മതി. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് യേശു മുട്ടുക. ഹൃദയവാതിന് തുറന്നു കൊടുക്കുക. യേശുവേ, ഞാനൊരു പാപിയാ. യേശുവേ, എന്നെ രക്ഷിക്കണം. എന്റെ പാപത്തെ മോചിക്കണം. എന്റെ ഉള്ളത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണം. എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ യേശു രക്ഷിക്കും. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ. കൊച്ചനെത്തിയേ യേശു ഹാർമോണിയം കൂട്ടിക്കൊടുക്കും. വല്ലഭ പടന്താൻ ബടി ചൂത്ത പടന്താൻ, വല്ലഭ പടന്താൻ ബടി ചൂത്ത പടന്താൻ. വല്ലഭ പടന്താൻ പരിശുദ്ധ പടന്താൻ, വല്ലഭ പടന്താൻ പരിശുദ്ധ പടന്താൻ. മകത്വപര പടന്താൻ മനമേ, മകത്വപര പടന്താൻ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുക്രിസ്തു മാത്രം രക്ഷിതാവ്. അപ്പൊ ഒരു കാലത്ത് ശിക്ഷാവിധിക്ക് അർഹരായി പോയ എന്നെയും നിങ്ങളെയും യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ നമ്മളെ വീണ്ടെടുത്തു, ദൈവമക്കളാക്കി, നമ്മളെ വിശുദ്ധരാക്കി. അതാണ് കാദേശ്. ദൈവത്തിന് സ്തോത്രം. നേരത്തെ എങ്ങനായിരുന്നു? നേരത്തെ പരിവക്കേടായിരുന്നു. നേരത്തെ പരിവക്കേട മനെ ഈ ഡിലേ പാട്ട് പാടുമ്പം മതി. നീ അതിനകത്തിട്ട് നീ വെക്കുന്നതാ ഇതിന്റെ പരിവക്കേട്. എന്നെ നോക്കിയിരിക്കണേ മോനെ. നമ്മുടെ പേരെന്തുവാ? പാട്ട് പാടുമ്പോ ഇടണേ. എന്നെ നോക്കിയിരിക്കണേ. എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പൊ അഥവാ കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ. നേരത്തെ നമ്മൾ എങ്ങനെ ആയിരുന്നു?
നേരത്തെ യാതൊരു യോഗ്യതയില്ല, യാതൊരു ശ്രേഷ്ഠതയില്ല, എല്ലാവരും തള്ളപ്പെട്ട് കിടന്നവരാ. എല്ലാ വാക്യവും വായിക്കാൻ നേരമില്ല. സൂക്ഷിച്ച ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട് വായിച്ചു. എഫേസ്യർ 2:2 വായിക്കണം, 3:18 വായിക്കണം, പത്രോസിന്റെ 1-ാം ലേഖനം 4:3 മുതൽ താഴോട്ടും ഒക്കെ വായിക്കണം, തീത്തോസ് 3:3 ഒക്കെ വായിക്കണം. നേരമില്ല. ഇപ്പൊ എല്ലാം കൂടെ കാച്ചി കുറുക്കി 4:8 വായിച്ചോ. ഗലാത്യ ലേഖനം 4:8 കണ്ണിക തുടങ്ങുന്നത്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ എന്നാൽ അന്ന് ഏതാ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, ഈ മാർഗത്ത് വരുന്നതിന് മുമ്പ്, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുന്നതിന് മുമ്പ്, അതാ അന്ന് എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ്, പണ്ട് കാലം. അതാ വേറെ പുസ്തകത്തിൽ ആ കാലത്തിന് പല പേരുകളാണ്. പണ്ടത്തെ കാലം, മുൻകാലം, പഴയ കാലം, അറിയായ്മയുടെ കാലം, സ്വന്തം മുൻകാലം, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അന്ന് എന്നാൽ അന്ന് നിങ്ങൾ നമ്മുടെ കാര്യമാണ് ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അന്ന് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ, നമ്മുടെ കാര്യമാണ്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സത്യദൈവമേരാന്ന് അറിയത്തില്ല. അതല്ലേ ആ തള്ള അവരെ പിടിച്ച് കണ്ടിച്ചത്. എലന്തൂരിലെ തള്ള, അവരുടെ പേര് ഞാൻ മറന്നുപോയി. എന്തോ അവരുടെ പേര്, ലൈലാമ്മ. എന്റെ ലൈലേ, ഇനിയും നിനക്ക് ദൈവത്തെ അറിയാൻ അവസരമുണ്ട്. സത്യദൈവം യേശു ക്രിസ്തു, നിത്യദൈവം യേശു ക്രിസ്തു, യേശു ക്രിസ്തു മാത്രം ദൈവം. ആ തള്ളക്ക് ഇത് അറിയാത്തത് കൊണ്ട് ആ മറ്റേ തള്ളയെ പിടിച്ച് അറിഞ്ഞില്ലേ ഇതൊന്നും. എന്റെ ദൈവമേ, അയ്യോ, ആൾക്കാരെല്ലാം ദൂരോട്ട് ഭയങ്കര റഷായിരുന്നു. എന്നാലും അതാ അയ്യോ, എന്ത് സൂക്ഷിച്ചു നടന്നോണം തള്ളയെങ്ങാനും പകൽ സിംഗ് എന്നാ കുന്തമാണെങ്കിലും കൊള്ളാം. നിരപരാധിയെ പിടിച്ച് കണ്ടിച്ചേച്ചേ. ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല. സത്യദൈവം, നിത്യദൈവം യേശു ക്രിസ്തുവാ. സ്തോത്രം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കും. നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോന്ന് ഭയപ്പെടുന്ന. ഇവിടെ ഇത് നിന്ന് പറയേണ്ടതാ. ദിവസം, മാസം, കാലം, ആണ്ട് എന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാർ ഇപ്പൊ തുടങ്ങി ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, പിന്നെ സപ്തതി, ഷഷ്ടി, അമ്മച്ചിക്ക് ഷഷ്ടി, അപ്പച്ചന് സപ്തതി. അതൊക്കെ തെറ്റാതെ പറയുകയും ചെയ്യണം. 60-70 എടാ, ഇത് ജാതികളുടെ ആചാരമാ. നീ പെന്തിക്കോസ് ആണെങ്കിൽ വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം. 60-70 നീ IPC ആണെങ്കിലും ചർച്ചക്കോട് ആണെങ്കിലും ഏത് കൂന്തമാണെങ്കിലും വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം. ഇത് ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി ഒന്നും വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഇതൊക്കെ വേറെ ശക്തികളാ. നീ സപ്തതിയും ശക്തി ആകുമ്പോ വ്യാജം നിന്നെ ചപ്പുക. ഇനി എന്നാ ചപ്പാനാ? പണ്ടേ കാശും പുത്തനും ഇല്ലായിരുന്നു, ഗതികേടായിരുന്നു, പരിവക്കേടാ. ഇപ്പൊ പിള്ളേർ അമേരിക്കയിലും അവിടെയൊക്കെ പോകട്ടെ, അതിന് എതിരല്ല. ഇപ്പൊ കാശ് കിട്ടിയപ്പോൾ ഇവന് ഇളക്കാൻ തോന്നി. കാശ് വെക്കുക, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പനെ അമ്മയും പിടിച്ച് നടുക്കിരുത്തി 2 കസാര ഇരുത്തി അവൻ പിന്നെ കേക്കും എല്ലാം മുറിച്ച് സപ്തനീ ഷട്ടി അല്ലാടെ വായിക്കാത്തൊരു കഷണം, അന്നാടെ വായിക്കാത്ത മേപ്പറായില് എന്നെ വിളിച്ചു. അറിഞ്ഞില്ല ഇതിങ്ങനത്തതാണ്, പ്രസംഗത്തിന് വിളിച്ചതാ. ചെന്നപ്പോ പരിവക്കേടാ. കേക്ക് മുറിച്ച് വെച്ച് തള്ളക്കേണ്ട ഈ വിറയലിന് അധികം ഉള്ളതാ. എടുത്ത് അങ്ങോട്ട് വെച്ച പേടെ മൂക്കിനകത്ത് കയറി കേക്ക്. നിങ്ങൾ ഇരിക്കാനൊന്നും പറഞ്ഞതല്ല, നീ വേർപെട്ടതയ്യോ പൈതല. സ്തോത്രം. സപ്തതിയും ഷഷ്ടിയും ഒന്നും ആചരിക്കരുതെന്ന്. ബർത്ത്ഡേ ആഘോഷിക്കണ്ട, അന്ന് ദൈവത്തെ മഹത്വപ്പെടുത്ത്. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണ്ട. വെഡിങ് ആനിവേഴ്സറി ഫോട്ടോയും ഒക്കെ എടുത്ത് ചുരിദാറല്ലേ, സാരിയല്ലേ, പുതിയ ഷർട്ട് പാൻറ്റിട്ട് ബുള്ളറ്റിന്റെ പുറകെ പെമ്പിളയും വെച്ചോണ്ട് ഇങ്ങനെ കറങ്ങുക. ഐസ്ക്രീം ഒക്കെ ഞൊണങ്ങ്. ദൈവം നിനക്ക് നന്മ തന്നത് കൂത്തിനല്ല. ദൈവം നിനക്ക് അവകാശങ്ങളും നന്മ തന്ന കൂത്തിനല്ലെന്ന്. നീ ദൈവത്തെ മഹത്വപ്പെടുത്ത്. അനേക കുടുംബങ്ങൾ ശിഥിലമായപ്പോൾ, വിധവകളായപ്പോൾ 2 പേർക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ ദൈവം തന്ന കൃപയോർത്ത് കേക്ക് തള്ളിക്കേറ്റാതെ നീ ദൈവത്തെ സ്തുതിക്കേ, ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ ആരാധിക്ക്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്വീ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചകൾ നമ്മെ ഓർത്തവൻ, അവൻ നല്ലവനല്ലോ, ദയ എന്നേക്കുമുള്ളത്.
കാത്തുകൃപയേ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്തുകൃപയേ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. ഓ കലങ്ങിയുള്ള നീറും നേരം, കലങ്ങിയുള്ള നീറും നേരം, ഓ അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേ എന്നുള്ള ഇന്നേരം, നിറയും ഉള്ള ഇന്നേരം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം തരുന്ന നന്മയ്ക്ക് ദൈവത്തിന് മഹത്വം കരയട്ടെ. ഈ ദിവസങ്ങളും മാസങ്ങളും ഗാനങ്ങളും ആണ്ടുകളും പ്രമാണിക്കാതെ രണ്ടുപേരും ദൈവത്തിന് മഹത്വം കൊടുക്കേ. കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് ദൈവം തന്നു, ദൈവം കുഞ്ഞുങ്ങളെ തന്നതാ. മക്കളെ തരുന്ന ഈ അവകാശം ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. ഒരു വയസ്സ് കൊടുക്കുമ്പോൾ ആമൻ തോരണം നോക്കി ബലൂണും വീർപ്പിച്ച് ആമൻ കൂത്തുകാഴ്ചയല്ല, കുഞ്ഞുങ്ങളുമായിട്ട് ദൈവസന്നിധിയിലിരിക്കേ. ഒക്കുന്നെങ്കിൽ സഭയായിട്ട് വിളിച്ചൊരു പ്രാർത്ഥന നടത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആവശ്യമില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും മാമൂലുകളും പിന്തുടർച്ചകളും ഇതിനകത്ത് കേറ്റരുതെന്ന്. അതിന് ദൈവദാസന്മാരും ചുക്കാൻ പിടിക്കരുത്. അവിടെ ചെന്ന് ബലൂൺ വീർപ്പിച്ചു, പാസ് ഒരു ബലൂൺ പൊട്ടിച്ചു. കാസർഗോഡോ? കാസർഗോഡ് ആത്മാക്കളില്ലേ? ആത്മാക്കളെല്ലാം എല്ലാം ദൂരാന്നോ? ഇത് കാസർഗോഡ് വിട്ടാലും ബേഡെടുക്കുകയാന്നേലും ബന്തെടുക്കുകയാന്നേലും ബദിയെടുക്കുകയാന്നേലും അവിടുത്തെ 3 സ്ഥലമാണ്. അറിയത്തില്ലയോ? ദൈവമാണോ നിന്നെ വിളിച്ചത്? നിന്നെ ദൈവം കൈവിടുകയല്ല. ദൈവമാണോ നിന്നെ വിളിച്ചത്? ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ ഉയർത്തും. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഉടനെ തിരികെയല്ലെന്നാണ് ഓർത്തെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിയും. ദൈവം ഒരു കാസർഗോഡ് പഠിക്കത്തില്ല, ധൈര്യത്തോടിരിക്കേ. പ്രൈസ് ദി ലോർഡ്. കുന്താം കാസർഗോഡ്. ദൈവം വിളിച്ചവനെ ദൈവം കൈവിടുകയല്ല. നിനക്കെതിരെ ആര് കരുക്കളൊരുക്കിയാലും തന്ത്രമൊരുക്കിയാലും അതിനെ തിരുത്തി മാറ്റി ദൈവം നിനക്ക് വേണ്ടി വൻക്രിയ ചെയ്യും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. അപ്പോ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളില്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിചാരാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവിരിക്കും. നിങ്ങൾ ബലഹീനവും ദരിദ്രമായ ആരുപാടങ്ങൾക്ക് തിരിഞ്ഞ് പുതുതാട്ടത്തിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഭയപ്പെടുന്നെന്നാ. ഇതൊന്നും പാടില്ലെന്നായി പറഞ്ഞതിന്റെ സാരം അത് അന്നത്തെ കാലമാ. ഏതാ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ കൃപയിൽ വരുന്നതിന് മുമ്പ് ദൈവത്തെ അറിയത്തില്ല. അതുകൊണ്ട് സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്കെല്ലാം അടിമപ്പെട്ടു. അത് ആ തള്ളയെടുക്കലും പോയത്. വേറെ തള്ളമാരെടുക്കലും പലരും പോകുന്നുണ്ട്. ഇവരാരും സ്വഭാവത്താൽ ദൈവങ്ങളല്ല. ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യമുണ്ട്. ഒന്ന്, അവിടുന്ന് നിത്യനാ. 2, അവിടുന്ന് സർവശക്തനാ. അവിടുന്ന് സർവവ്യാപിയാ. അവിടുന്ന് സർവജ്ഞാനിയാ. അവിടുന്ന് സർവത്തെയും സൃഷ്ടിച്ചവനാ. അതാ ദൈവം. ഇപ്പൊ ദൈവം പോകാം കൂടെ ആരാ? അതേ, ദൈവത്തിന് ഭാഷയുടെ പ്രോബ്ലം ഉണ്ട്. ആംഗലേയ ഭാഷ ദൈവത്തിന് വശമില്ല. മതാമ ദുരിതരാന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ കൂടെ ദൈവം സർവജ്ഞാനി ഇല്ലയോ? പിന്നെ അതേതാ? ആ ദൈവം വരുമ്പം പോലീസും പട്ടാളവെല്ലാം ഉണ്ട്. അതിന് പണ്ട് നായനാർ ചോദിച്ചല്ലോ, ദൈവത്തിന് എന്തിനാടാ വാറാവുകാരനെന്ന്. ദൈവം വരുമ്പോൾ പട്ടാളം ഇറങ്ങി വരിക. പട്ടാളത്തോടു കൂടി ഒന്നും ദൈവമല്ല. അവിടുന്ന് സർവശക്തനാ, സർവജ്ഞാനിയാ. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. സൈമൺ സാർ അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇന്നാളൊരാൾ പറഞ്ഞു, സൈമൺ സാറിന്റെ കാര്യം പറയുന്നത്, നിന്റെ വല്യപ്പൻ വിചാരിച്ചാൽ ഇതുപോലൊരു വരി എഴുതുകയല്ല. എന്നെ ഇങ്ങനെ നോക്കുന്നേ സാർ. ഞാൻ സാറിനെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും സാറിനെ കണ്ടിട്ടുണ്ടോ? തോന്നിച്ച കാണാൻ സാധ്യതയില്ല. എനിക്കൊന്ന് സാറ് 46 മരിച്ചെന്നാ തോന്നുന്നത്. കുഞ്ചേട്ടത്തുകാർ കണ്ടിട്ടുണ്ടോ? പഴയ ബ്രദറുകാരാന്നല്ലോ. ചോദിച്ചാ അമ്മച്ചിയൊക്കെ കണ്ടു കാണുമായിരിക്കും. ഇവിടെ ആരേലും സൈമൺ സാറിനെ കണ്ടിട്ടുണ്ടോ? അച്ഛൻ കണ്ടിട്ടുണ്ടോ? അച്ഛാ ഇല്ല. കണ്ടെന്നാന്നോ കണ്ടില്ലെന്നാന്നോ? കണ്ടു.
എത്ര വയസ്സുണ്ട്? 88 80? അപ്പൊ കാണാൻ സാധ്യതയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയാ ചായിരുന്നേ? അപ്പോളേ നമ്മുടെ മൂലൂര് ഇവിടെ അടുത്താണല്ലോ, മൂലൂര് സരസകവി പുള്ളി സാറിനെ പറ്റി ഒരു പദ്യം എഴുതി, ഛായാപദ്യം. അത് ഞാൻ ചൊല്ലാം. അപ്പൊ എല്ലാവരും സാറിനെ കണ്ടോണം. ഞാനും കണ്ടിട്ടില്ല, അത് വെച്ച് കണ്ടോണം. ഹ്രസ്വത്വം പൂണ്ട ഗാത്രം, നിങ്ങളെ കുറവായിരുന്നു ഇല്ലയോ ചാ? ഹ്രസ്വത്വം, ഗാത്രം ശരീരം, ഹ്രസ്വം ചെറുതാ, നിങ്ങളെ കുറവാ. ഹ്രസ്വത്വം പൂണ്ട ഗാത്രം, വലിയ തല, തല വലുതല്ലായിരുന്നോ? അതാ ഹ്രസ്വത്വം പൂണ്ട ഗാത്രം, വലിയ തല, വിശാലാപമാകും ലലാടം. നെറ്റി വലിയ നെറ്റിയല്ലായിരുന്നു അച്ഛാ? കണ്ടവരോട് ചോദിച്ചു ഉറപ്പിക്കണ്ടേ? ഹ്രസ്വത്വം പൂണ്ട ഗാത്രം, വലിയ തല. നമുക്ക് വലിയ തലയുണ്ടോ? ഒന്നുമില്ല ഇതിനകത്ത്. ഹ്രസ്വത്വം പൂണ്ട ഗാത്രം, വലിയ തല, വിശാലാപമാകും ലലാടം, വശ്യോത്തിത്വം സ്വപക്ഷ പ്രകടനം, അടിമ അക്ഷര പ്രസ്ഫുടത്വം. വശ്യോത്തിത്വം സ്വപക്ഷ പ്രകടനം, അടിമ അക്ഷര പ്രസ്ഫുടത്വം. അസ്വാർത്ഥ പ്രീതി തേജസ്ഫുരിത മുഖം, മൗട്ടിൽ ഉത്കൃഷ്ടവാനാമി സൈമൺ കൊച്ചുമർത്യൻ സുമതി. തക്കേല സുമതിയല്ല. അസ്വാർത്ഥ പ്രീതി തേജസ്ഫുരിത മുഖം, മൗട്ടിൽ ഉത്കൃഷ്ടവാന ഈ സൈമൺ കൊച്ചുമർത്യൻ സുമതി. പൊടിപൊടിപ്പു പ്രസംഗ പ്രവാഹം. അതാ സാറ്. ആ സാറ് ദൈവത്തെ പറ്റി ആ വേദവികാരത്തിന്റെ പ്രഥമ ഭാഗത്ത് എഴുതിയിരിക്കുക, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ദൈവം ഈ കാണുന്ന സകല ചരാചരങ്ങൾക്കും സകല ലോകങ്ങൾക്കും കാരണഭൂതൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവമാ. സ്തോത്രം. സകലത്തെ സൃഷ്ടിച്ചവൻ ദൈവം, അല്ലാതെ കോടാലി എടുത്ത് പെറിഞ്ഞപ്പോ ഒന്നും ഉണ്ടായതല്ല. എടാ കോടാലിയും മാക്കത്തിയും വെട്ടുകത്തി എറിഞ്ഞാൽ വല്ലതും ഉണ്ടാകുമോ? അങ്ങനെയാണോ? അയാൾ അവിടെ നിന്നൊരു ഏറെറിഞ്ഞ് അന്നേരം ഇതിങ്ങനെ പൊങ്ങി വന്നെന്ന് കേട്ടിട്ടില്ലേ? പരശുരാമൻ മഴുവെറിഞ്ഞ് പൊന്തി വന്ന കേരളം. മണ്ട കയറ്റി വിടുക. ഒരുത്തനും എറിഞ്ഞുണ്ടായതല്ല, സ്വർഗത്തിൽ ദൈവം സൃഷ്ടിച്ചതാണ്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനെ ഉളവാക്കി, അവനായിട്ടുളവായി. അവൻ എബ്രായ ലേഖനം പഠിപ്പിക്കുന്ന സകലത്തിന്റെ ലേക്കും സകലത്തിന്റെ കാരണഭൂതനും അവൻ തന്നെ. ടിക്കേസിന്റെ പാട്ട് പാടിക്കുക. സകലത്തിൽ ലേക്കും അതിപനും അവനാം, ഉലകത്തെ നിർമ്മിച്ചോനും ആകാശ വലയത്തെ രചിച്ചോനും. സകലത്തിൽ ലേക്കും അതിപനും അവനാം, ഉലകത്തെ നിർമ്മിച്ചോനും ആകാശ താനുമന്നുലകത്തിൽ കുരികേറി. താനുമന്നുലകത്തിൽ കുരി മാനവർക്കായി മരിച്ചുയർത്തേകി. ധനമായി രക്ഷ നരർക്കേകി, ധനമായി രക്ഷ. ഓ യേശുവിൻ ജനമേ ഭയമെന്തിനകമേ, ദേശവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി വസിച്ചിടാ. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ, ദേശവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി വസിച്ചിടാ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. സകല ലോകങ്ങൾക്കും ആദി കാരണമവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവമാ സകലത്തെ സൃഷ്ടിച്ചത്. ആ ദൈവത്തെ സേവിക്കുന്നതും ആരാധിക്കുന്നത് ആയുസ്സിലെ ഏറ്റവും വലിയ ഭാഗ്യവും. ദൈവത്തിന്റെ മഹത്വം ഞാനത് അധികം വിവരിക്കുന്നില്ല. അപ്പോൾ കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത്. വാക്കിന്റെ അർത്ഥം ന്യായപതിയുടെ സ്ഥലം. ന്യായപതിയുടെ സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിച്ച് ദൈവത്തിന് വിശുദ്ധമാക്കി. അതാണ് കാദേശ്. ഈ കാദേശ് മരുഭൂമി നടുങ്ങി, ദൈവം ശുദ്ധീകരിച്ച് വിശുദ്ധം എന്നെണ്ണിയ സ്ഥലം നടുങ്ങി. കാരണം എന്നാ നടുങ്ങാൻ? ശ്രദ്ധിക്കുക.
ഈ നടുക്കാനുള്ള കാരണം പഠിക്കുമ്പോൾ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. ഒരു വാക്യം വായിക്കണം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവഴുത്തുകൾ. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കാദേശ്. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവഴുത്തുകൾ. ഇപ്പോൾ എഴുന്നേറ്റ് സേരേദത്തോട് കിടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേദത്തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറഞ്ഞിന്ന് പുറപ്പെട്ടത് മുതൽ സേരേദത്തോട് കിടക്കുമ്പോഴുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോലാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പ്രളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. എനിക്കത് പറയാൻ പേടിയുള്ളത് കൊണ്ടാണ് തോമസ് ചാനെ കണ്ട് വായിപ്പിച്ചേ. മുടിഞ്ഞു പോയെന്നാ. പക്ഷെ ഇതിൽ എഴുതിയിരിക്കുന്നോണ്ട് പറയാതെ വായിക്കാതെ ഇരിക്കാൻ ഒക്കത്തുമില്ല. ഒന്നുകൂടെ ഉണ്ടല്ലോ മുടിഞ്ഞെന്ന്. അവർ മുടിഞ്ഞു തീരും വരെ, മുടിഞ്ഞു തീരുന്നത് വരെ യഹോവയുടെ കൈ അവരെ പ്രളയത്തിൽ നശിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. കണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കുക, കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമാണ് കാദേശ്. നിങ്ങൾക്കറിയാം, കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിൽ ഏറ്റവും നല്ല സ്ഥലമാണ്. ഏതൻ പർദീസ കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലമായിരുന്നു കനാൻ. ഇതാ ദൈവം തന്റെ ജനത്തിന് കൊടുത്തത്. കനാന് 4 അതിരുകളാ. കിഴക്ക് ബാഷാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്ട്, പടിഞ്ഞാറ് കടലും മലയും കൂടെ 4 അതിരുകളാ. ഇതിന് പല പേരുകളുണ്ട്. കനാൻ നാട്, പലസ്തീൻ, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്, വിശുദ്ധ നാട്, പല പേരുകൾ. പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി പാർത്ത സ്ഥലമാണ് കനാൻ ദേശം. ഇതെല്ലാം നോഹയുടെ മക്കളായിരുന്നല്ലോ. നിങ്ങൾക്കറിയാം, നോഹയ്ക്ക് 3 പിള്ളേര്, ഷേമും ഹാമും യാബത്തും. അതിൽ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാമും സന്തതി പരമ്പരകളും. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് ഫലിസ്ത്യരും കനാന്യരുമെല്ലാം. തോമസ് വായിക്കാമോ? വായിക്കാമെങ്കിൽ ചടിയടാന്ന്. എനിക്ക് അച്ചാനെ കൊണ്ട് വായിപ്പിക്കുന്നില്ല, സങ്കടമാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഉൽപ്പത്തി 10:1, 10:6, 10:13, 10:14, 10:15 പിന്നെ വായിക്കണം. 11:10, 12, 14, 16, 18, 20, 22, 24, 26, 27. ആദ്യം 10:1 വായി. ഉൽപ്പത്തി. നോഹയുടെ പുത്രന്മാരായ ശേം, എനിക്ക് എന്നേക്കാൾ പ്രായമുള്ള സീനിയറായ എൻ്റെ പിതാവിനെ പോലെ കാണുന്ന തോമസ് കുട്ടിച്ചാനെ കൊണ്ട് വായിപ്പിക്കുന്നത് എനിക്കങ്ങ് മനോവിഷമം വരുന്നു. അച്ചായന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? എന്നാലും എനിക്കൊന്ന് സഹായിച്ചു തന്നാട്ടെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ. 10:1. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാബത്ത് 3 പേര്. നോഹയ്ക്ക് 3 മക്കള്, ശേം, ഹാം, യാബത്ത്. അതിലെ ശേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. 11:10 വായിച്ച ഷേമിന്റെ വംശപാരമ്പര്യമാവത്. ഷേമിന്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിന് ജനിപ്പിച്ചു. 12-ാം വാക്യം. അർപ്പക്ഷാദിന് 35 അവൻ ശാലേഖനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖന് 30 വയസ്സായപ്പോൾ അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് 34 അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് 30 വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് 32 അവൻ വയസ്സായപ്പോൾ ശെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം. ശെറൂഗിന് 30 വയസ്സായപ്പോൾ അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഗോറിന് 29 അവൻ വയസ്സായപ്പോൾ തേരകിനെ ജനിപ്പിച്ചു. 26-ാം വാക്യം. തേരകിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഗോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. 27 തേരകിന്റെ വംശപാരമ്പര്യമാവിത്. തേരകിന്റെ വംശപാരമ്പര്യമാവിത്. തേരക് അബ്രാമിനെയും നാഗോറിനെയും ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് കൽദരുടെ പട്ടണമായി ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന്റെ മുന്നേ മരിച്ചുപോയി. അബ്രാമിന് നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. ഇവള് മിൽക്കയുടെ പുത്രൻ ഹാരാന്റെ പുത്രൻ തന്നെയായിരുന്നു. സാറ മച്ചിയായിരുന്നു, സന്തതി ഉണ്ടായിരുന്നില്ല. അബ്രഹാം തന്റെ പൗത്രനായി ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ മരുമകളായ സാറായും കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര പോകാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരം തേരക് ഹാരാനി വെച്ച് മരിച്ചു. ഇതാണ് അബ്രാമ്യ പാരമ്പര്യം. അപ്പൊ നോഹയ്ക്ക് 3 മക്കൾ, ശേമും ഹാമും യാബത്തും. ശേമിന്റെ 10-ാം തലമുറ അബ്രഹാം. ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14. എണ്ണപ്പെട്ടതാ. 3 14 42, 3 14 62, 3 14 42, 20 കൂടെ ചേർത്ത് 62. എണ്ണപ്പെട്ട തലമുറ 62. ഇനി നോഹയുടെ 2-ാമത്തെ മകനാണ് ഹാം. 10:6 വായിച്ചാട്ടെ. 10:6. ഹാമിന്റെ പുത്രന്മാർ 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഹാമിന്റെ പുത്രന്മാർ
കൂശ്, ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ 4 പേര്. അത് രണ്ടാമത്തവൻ മിസ്രയീം, അവന് 6 പിള്ളേര്. 13-ാം വാക്യം മിസ്രയീമോ ലൂദി, അനാമി, ലഗാബി, നത്ലൂഗിം, പത്ലൂസിം, കത്ലൂസിം 6. ഇനി 14-ാം വാക്യം ഇവരിൽ നിന്ന് ഫെലിസ്തീര് 14 ഇവരിൽ നിന്ന് ഫെലിസ്തർ ഉത്ഭവിച്ചു. ഇതാണ് ഫെലിസ്തീൻ ചരിത്രം. ഇനി 15 ആമേൻ കനാന്റെ സന്തതികൾ. കനാന് 11 പിള്ളേര്. കനാൻ തന്റെ ആദിജാതനായ സീദോന്, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, ഗിർഗശ്യൻ, ഹിവ്യൻ, അർക്യൻ, സീന്യൻ, ഊയാദ്യൻ, സെമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. അപ്പൊ 11 എണ്ണിക്കോ. പിന്നെ എണ്ണിയാ മതി, ചുമ്മാ ഇരിക്കല്ലോ എല്ലാരും, എണ്ണിക്കോ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ അവൻ 11 മക്കള്. ഇതാണ് അബ്രാമിയ പാരമ്പര്യവും അവൻ നോഹയുടെ തലമുറയുടെ അവൻ പാരമ്പര്യം. ഇതിൽ കനാന്റെ സന്തതികൾ 11. ഈ 11 വന്ന് കുടിയിരുന്ന സ്ഥലമാണ് കനാൻ ദേശം. അതുകൊണ്ടാണ് ഈ പിള്ളേരുടെ ഇവരുടെ അപ്പന്റെ പേരിൽ ദേശം അങ്ങ് അറിയപ്പെട്ടു. ചില സഭയൊക്കെ ചില ആൾക്കാരുടെ പേര്, പാപ്പച്ചന്റെ സഭ, തങ്കമ്മാമ്മയുടെ സഭ. നിങ്ങളേ സഭ? ഞങ്ങൾ തങ്കമ്മാമ്മയുടെ സഭയില്ല. തങ്കയ്ക്ക് വരെ സഭയുണ്ട്. തങ്കയുടെ ചരിത്രമൊന്നും പറയാതിരിക്കുന്നതാ. നിങ്ങളെവിടാ? ഞങ്ങൾ കുഞ്ഞോളമാമ്മയുടെ സഭയില്ല. കുഞ്ഞോക്കുണ്ട് സഭ. നിങ്ങളെവിടാ കൂടെ? ഞങ്ങൾ കുഞ്ഞാനിച്ചാന്റെ സഭയില്ല. യേശുവിന് മാത്രമേ ഇപ്പൊ സഭ. യേശു ഞായറാഴ്ച വന്ന എന്നെ ഒന്ന് കയറ്റാവുന്നു അതുകൊണ്ട് പറഞ്ഞ് പ്രൈസ് ആൻഡ് വർഷിപ്പ് വെളിയിൽ നിൽക്കുക. യേശു വാതുക്കൽ നിന്ന് വാതുക്കൽ നിന്നിട്ടവൻ കഞ്ചി വിളിച്ചിടുന്നു. വാതുക്കൽ നിന്നിട്ടവൻ കഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവായി. വാതിൽ തുറന്നിടുക മകനെ മകളെ. വാതുക്കൽ നിന്നിട്ടവൻ കഞ്ചി വിളിച്ചിടുന്നു. വാതിൽക്കൽ നിന്നിട്ടവൻ കഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ മകളെ ദയവാ. വാതിൽ തുറന്നിടുക മകനെ മകളെ കുഞ്ഞേ. അടിക്കുന്നു എന്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്. അടിക്കുന്നു എന്റെ മെയ്യിൽ, തുപ്പുന്നു എൻ മുഖത്ത്. എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞേ. എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ കുഞ്ഞ്. ഇന്ന് രാത്രി യേശു ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുക. നീ വാതിൽ തുറക്ക്. ഇന്ന് രാത്രി യേശു നിന്റെ ഉള്ളത്തിലേക്ക് വരട്ടെ. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. അതെ, മുമ്പോട്ട് ഓടിച്ചു പോകുക. ഇതാണ് കനാൻ ദേശം. ഈ കനാൻ ദേശത്തിനോട് അടുത്ത് കിടന്ന സ്ഥലം ആ കാദേശ്. കനാന്റെ പ്രത്യേകത ഒത്തിരി ഉണ്ട്. സുന്ദരദേശം, ആ പാലും തേനും ഒഴുകുന്ന ദേശം. പാലും തേനും ഒഴുകുന്ന പറഞ്ഞാൽ ഞാൻ നേരത്തെ ധരിച്ചത് റോഡിൽ കൂടെ എല്ലാം കൂടെ പാലൊഴുകി നടക്കുക, തേനെ ചവിട്ടിയിട്ട് പൊത്തൊന്ന് വീഴുക, അതൊന്നുമല്ല. അല്ല, ചില ഈ മാർഗത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് അറിയത്തില്ല, ഭാഷന്മാരൊക്കെ പാലും തേനും ഒഴുകുന്ന ദേശം. അപ്പൊ നമ്മളോർത്ത് റോഡിൽ കൂടെ എല്ലാം പാല്. പിന്നെ തേനെ തെന്നി വീണത് കാരണം ഇപ്പൊ നടുവിന് പാലും തേന് അപ്പൊ പാലും തേന് ഒഴുകുന്ന ദേശമെന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടം പോലെ പൂവും പുല്ലുമുള്ള സ്ഥലമാണ് കനാൻ ദേശം. പൂവുമുണ്ട്, പുല്ലുമുണ്ട്. പുഷ്പവും പുല്ലും. പുഷ്പമുള്ളത് കൊണ്ടാണല്ലോ തേൻ, പുല്ലുള്ളത് കൊണ്ടാണല്ലോ കന്നാലിക്ക് സുഭിക്ഷമായിട്ട്, അതുകൊണ്ടാണല്ലോ പാല്. അതാ അതിന്റെ അർത്ഥം. പുല്ലും പുഷ്പവുമുള്ള ദേശമാണ് കനാൻ ദേശം, സുന്ദര സുരഭിലമായ ദേശം. കനാനെ പറ്റി ഒത്തിരി പറയാനുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 106-ാം സങ്കീർത്തനത്തിന്റെ 24-ാമത്തെ വാക്യം, 13-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം, പിന്നെ ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 10, 11, 12, പിന്നെ ആവർത്തനം 8-ാം അധ്യായത്തിന്റെ എല്ലാം പറയാൻ നേരമില്ല. ഒരു ഭാഗം മാത്രം തോസൂട്ടിച്ചാൽ വായിക്കണം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് വായിക്കണം. എല്ലാ വാക്യങ്ങളും ഇപ്പം പറയാൻ നേരമില്ല. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ട് കനാന്റെ പ്രത്യേകത എവിടെ ആമേൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ, അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ
കൊണ്ടുപോകുന്നത്. നിരാശപ്പെടരുത്, നല്ല തലത്തേക്കാ കൊണ്ടുവന്നെന്ന്. പിന്നെ അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരി അത്തിയും മേതലമുള്ള ദേശം, ഒലിവ് വൃക്ഷവും ധേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ കയ്യും കട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കാതെ സ്തോത്രം ചെയ്യണം. ഒന്നുകൂടെ വായിച്ച് ആ വാക്യം വായിച്ച് തോന്നിച്ച എല്ലാരും ഒന്ന് കേക്കട്ടെ. ഞാൻ സെക്രട്ടറി അല്ല, ഞാൻ സെക്രട്ടറിയാ, സെന്ററാ, കൗൺസിലാ, അവൻ പ്രസിഡന്റാ, വൈസ് പ്രസിഡന്റാ, അവൻ കൗൺസിൽ മെമ്പർ. നിന്റെ കുന്തം എടാ, ഇത് കേക്ക്. നീ ആളുകളെ ചിരിക്കാതെ, ഞായറാഴ്ച സെക്രട്ടറി കളിക്കാതെ, ട്രഷറർ കളിക്കാതെ, ഞാൻ കാവാലമാ, ഞാൻ കോയമ്പത്തൂരാന്ന് പറഞ്ഞ് ഇളകാതെ നീ ദൈവത്തെ സ്തുതിക്കുക. ഒന്നുകൂടെ വായിച്ച് കേക്കട്ടെ, കേക്കട്ടെ, കേക്കട്ടെ. അല്ലെന്ന് അതിന്റെ മേളിൽ നമ്മോട്ട് വായിച്ചേ. നീ ഭക്ഷിച്ച് തൃപ്തി നീ നന്നായിട്ട് ഇപ്പൊ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുന്നില്ലയോ? ഇല്ലേ? പണ്ടൊരു കോഴിക്കറി കൂട്ടണമെങ്കിൽ വിരുന്നുകാരി വീട്ടിൽ വരണം, ഇല്ലേ? അമ്മയുടെ അനിയത്തിയോ അപ്പന്റെ പെങ്ങളോ വന്നാലൊന്നും കോഴിയെ കണ്ടിക്കുകയല്ല, ഉദ്ദേശിക്കുകയും വേണ്ട. അമ്മയുടെ അനിയത്തിയോ ചേടുത്തിയോ വന്ന അന്നേരം കോഴിയെ, അപ്പന്റെ പെങ്ങള് 3 പിള്ളേരുമായിട്ട് വന്നായിരിക്കും, ഇവിടെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നത്? അസം അനിയത്തി പാലക്കാട്ടിൽ നിന്ന് വരും. എന്റെ അനിയത്തി അവളെന്റെ പൊന്ന തള്ളേ, നിന്റെ കള്ളത്തരം എല്ലാം അറിയാം. ആട്ടാ, ഇനി ആരെങ്കിലും വന്ന് കണ്ടിക്ക്. ഒരു കോഴിയെ കണ്ടിച്ചാൽ പണ്ട് കാലമായി പറയുന്നത്, കോഴിയുടെ പുറകെ നമ്മൾ ഓടും. ഇവിടെ മോനെ, ഞാൻ പാട്ട് പാടാൻ വേണ്ടിയില്ലേ ഇട്ടാ മതിയടാ, പ്രസംഗിക്കും വേണ്ടടാ. അപ്പൊ ശ്രദ്ധിച്ചേ, അങ്ങനെ എന്നമനെ ആണോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. എന്നാ പിന്നെ എനിക്ക് എന്നാ പോസ്റ്റ്മാൻ പറഞ്ഞല്ലോ, അവിടെയും സുഖം ഇവിടെയും സുഖം, പിന്നെ എനിക്കാണോ കീറി ദൂരോട്ട് കളഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, അന്ന് വിരുന്നുകാർ വന്നാൽ കോഴിയുടെ പുറകെ നമ്മളാ ഓടുന്നത്. അമ്മ പറയും കോഴിയെ പിടിക്കടാന്ന്. അയ്യോ, ഓടി ഊപ്പാട് വന്നിട്ടുണ്ട്. ഓടി പ്രാണൻ എടുത്തോണ്ട് ഓടുക, നമ്മളെ കറി കൂട്ടാനുള്ള ആഗ്രഹത്തിൽ ഓടുക. ഓടിച്ച് കട്ടയ്ക്കോ കോഴിക്ക് എറിഞ്ഞ് അതിനെ പിടിച്ച്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ്, വെള്ളം അമ്മ തിളപ്പിക്കും, ഈ കോഴിയെ കൊണ്ടുവന്ന് അതിനകത്ത് മുക്കും, എന്നിട്ട് അതിൻ്റെ തൂവലെല്ലാം നമ്മളോട് കൂടിയാണ് ചെയ്യുന്നത്. ഒരു കോഴിക്കറി കഴിക്കാനുള്ള ആഗ്രഹമാണ്. അന്ന് പരാധീനതയുള്ള കാലമാണ്. എല്ലാവർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. നമ്മുടെ വീട്ടിൽ തന്നെ 5-8 പേര്, അനിയത്തിയും 4 മക്കളും. അപ്പം തന്നെ 8 4 12 പ്രായമുള്ള അപ്പനും അമ്മയും. പല്ലില്ലേലും ഒരു കഷ്ണം കൊടുത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചങ്ങ് വിഴുങ്ങും തള്ളാം. ഇതിനെല്ലാം വേണ്ടേ? അപ്പം പരാധീനത ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഒന്നും യഥേഷ്ടം കിട്ടുകയല്ല. അപ്പം അമ്മ ഒരു കഷണമായിരിക്കും തരുന്നത്. പച്ചമല്ലിയൊക്കെ കല്ലേ വെച്ച അമ്മ അങ്ങനല്ലേ അമ്മേ? തള്ള അന്നും കളിപ്പീരായിരുന്നു. അന്ന് ഒന്നും ജോലി ചെയ്യത്തില്ലായിരുന്നു. അതാ പച്ചമല്ലി കല്ലേ വെച്ചാ അരയ്ക്കുന്നത്. പക്ഷെ നല്ല രുചിയാ അതിന്. അത് കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകിയാലും ഒരു പ്രത്യേക മണമാണ്. പിന്നെ പരാധീനതയുള്ളത് കൊണ്ട് യഥേഷ്ടമില്ല. അതുകൊണ്ട് അമ്മമാര്, ബുദ്ധിയുള്ള അമ്മമാരാ കിഴങ്ങിന്റെ കഷണം ഇടും. മുഴുത്ത കിഴങ്ങ് 4ആയിട്ട്. അപ്പൊ കറി അന്നൊക്കെ പീലീസിലാ തരുന്നത്. പീലീസ് എന്നാ ഞങ്ങളുടെ അവിടെ പറയുന്നത്. ഇവിടെ എന്നാന്നറിയാൻ മേല. സോസ് ആയിക്കോട്ടെ. അതിനകത്ത് ഒരു കഷണവും 3 കിഴങ്ങിന്റെ കഷണവും ഗ്രേവി. അങ്ങനെ യഥേഷ്ടം ഒന്നും കിട്ടുകയല്ല. എല്ലാവർക്കും കൊടുക്കണ്ടേ? പിന്നെ ആൺപിള്ളേരോട് ചില അമ്മമാർക്ക് ഒരു കരുതലൊക്കെ ഉണ്ട്. അപ്പൊ കറിയെല്ലാം കൂട്ടി വെച്ച് പിന്നെ ആ പീലീസയിൽ ഇങ്ങനെ തൊട്ട്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും. ചിലപ്പോ അമ്മയുടെ വീതം എടുത്ത് തരും. അങ്ങനെ തരുന്ന അമ്മമാരുണ്ട്. അങ്ങനെ തരുന്ന അമ്മേനെ ആണോടാ നീ ആശ്വാസഭവനിൽ കൊണ്ടിട്ടേക്കുന്നത്? വിഡി, നിന്റെ സന്തതിക്ക് ഗുണം വരികയല്ല. എടാ, വിളമ്പി വന്നപ്പം പറ്റും വെള്ളവുമാ. അത് കുടിച്ച് പഴയ ഭാഷ പറയാ, അവൻ കച്ചമുറി മുറുക്കി കൊടുത്ത് കിടന്ന അമ്മേ
നിനക്കിപ്പോ പുത്തനും കാഴ്ചയും കണ്ടപ്പോ നീ തള്ളയെ കൊണ്ടുവന്ന് അനാഥാലയത്തിലും വൃദ്ധസദനത്തിലും നിന്റെ ആയുസ് നീ രക്ഷപ്പെടുകയല്ല. എന്നാ ഞാൻ പറഞ്ഞതിന് മാറ്റം വല്ല ഉണ്ടോ? തോമസ് ചാനലിൽ ഇപ്പൊ ഇരിക്കുന്നത് സീനിയർ. പുസ്തകത്തിലെ വാക്യം നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ കൊടുക്കുന്നത് മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. തന്തയും തലയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ കൊണ്ട് കൊടുക്കും, ഉമ്മ വെക്കും, മണപ്പിക്കും. തന്തയും തലയും ജീവിക്കുമ്പം കയറുകയില്ല, മിണ്ടുകയില്ല, വർത്താനവും പറയില്ല. എന്നിട്ട് നീ ചത്ത് കിടക്കുമ്പോൾ ഉള്ള റീത്തെല്ലാം കൂടെ നെഞ്ചത്ത്. എന്തിനാടാ റീത്ത്? കാരണം തള്ള കാണാൻ മേല. ഞാനൊരിക്കൽ കാലിന്റെ അവിടോട്ട് ചെന്ന് മച്ചാ അത് കാലിന്റെ ഭാഗമാ, ഇവിടെ തലയെന്ന്. എന്നെ തിരിഞ്ഞു വന്നപ്പോ തല കണ്ടു, മൊത്തം അങ്ങ് പൂവാ. എന്തിന്? അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത് ചെന്ന് ഇരുന്ന് വർത്താനം പറഞ്ഞ് അവരുടെ കൂടെ ഒന്ന് പാർത്ത് ഒക്കുന്നെങ്കിൽ ആ കവളത്ത് 2 ഉമ്മ കൊടുക്ക്. അവർ 2 കൊല്ലം കൂടെ ജീവിച്ചിരിക്കും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കും, മിണ്ടത്തുമില്ല, മൃഗത്തിരിക്കില്ല, സഹകരിക്കത്തുമില്ല. എന്നാൽ അതിലെല്ലാം കണ്ടമാനം നടന്നേച്ച് തലേം തന്നെ ചത്ത് കഴിയുമ്പോൾ ഉള്ള പോസ്റ്റേലും അതിലേലും എല്ലാം അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഫോട്ടോ. ചാച്ചിൽ നിത്യതയിൽ എന്നിട്ട് വീഡിയോക്കാരെ അലസാൻ നമ്മുടെ ആളാ. അലസാനോട് ചെല്ലു പറയും, നന്നായിട്ട് എടുക്കണേ. ഉമ്മ വെക്കാൻ നോക്കുമ്പോഴും നോക്കിക്കൊണ്ടോ ഉമ്മ വെക്കുന്നത് ഒക്കുന്നുണ്ടോന്ന്. എന്തിനിങ്ങനെ? മാതാപിതാക്കളെ ശുശ്രൂഷയ്ക്ക്, മാതാപിതാക്കളെ ബഹുമാനിക്ക്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക്. പിന്നെ മാതാപിതാക്കളോട് ഒരു കാര്യം പറയണം, മറുവശമുണ്ട്. കുറച്ച് പ്രായമായ കുറെ ഒതുങ്ങണം. ഞാൻ പണ്ടത് കപ്പലെ നീ അടി പ്ലെയിനെ കയറിയ തള്ളയാനും പറഞ്ഞിരുന്ന ഉള്ള വെള്ളവും കിട്ടുകയല്ല തള്ളയെ. ഞാൻ എന്തുള്ള ഗുണ്ടയായിരുന്നു. കൊച്ചുങ്ങൾ നിന്നെ എറ്റും. ഒരു 65-70 കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യം അണ്ട കുമ്പനാട്ടി എന്നാൽ മുടുത്ത അക്ഷരമുള്ള ബൈബിള് കിട്ടും. സിയോം ഗീതാവിൽ പാട്ടറിയാമേലെ ഞാൻ വന്ന് പഠിപ്പിക്കാം. എനിക്കറിയാവുന്നത് പാട്ടുമൊക്കെ പാടി വേദപുസ്തകമൊക്കെ വായിച്ച് കണ്ണ് കാഴ്ചയുണ്ടെങ്കിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ വിളിച്ച് നിത്യതയിലെത്താൻ നോക്ക്. പ്രായമായ മറുവശമുണ്ട്, അവരും കുറെ ഒതുങ്ങണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇടയ്ക്ക് കയറിയൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അന്നൊക്കെ പണ്ട് ദാരിദ്ര്യത്തൊക്കെ ഉള്ള കാലത്ത് യഥേഷ്ടം കിട്ടത്തില്ല. അവൻ ഭക്ഷണമേ ഇപ്പത്തെ ഇഷ്ടം പോലെ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. പണ്ട് കോഴിയുടെ ഒരു കഷണമാ, ഇപ്പൊ കൊച്ചുങ്ങളുടെ കയ്യിൽ ഒരു കോഴിയായിരിക്കും. അവൻ കോഴിയായിട്ടാണ് ഓടുന്നത്, കടിച്ചവന് സ്തോത്രം ഭാര്യാപുരത്തിൽ വന്നാ കൊടയെന്ന് ഇഷ്ടം പോലായി. അല്ല, സ്ഥിതിക്കൊക്കെ ദൈവം മാറ്റം വരുത്തി. പണ്ട് ആനവായം വരെ ആ ചാണകം തളിച്ച വീടേ ഇപ്പൊ 2-3 നിലയായി തരട്ടെ. പക്ഷെ അതിനകത്ത് പാർക്കുമ്പോ നീ അവൻ നിഗളിക്കരുത്, നീ അഹങ്കരിക്കരുത്, അവൻ തണ്ടെടുക്കരുത്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നല്ലൊരു ഷർട്ട് ഇല്ലായിരുന്നല്ലോ പണ്ട്, നല്ല ഷർട്ട്. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തുന്നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തുന്നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ നല്ല ഭക്തമുള്ള നാമം. ഓ എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ നല്ല ഭക്തമുള്ള നാമം. ഓ ശ്രീ യേശു നാമം, അതിശയ നാമം, കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഇവിടെ വായിക്കാം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ആളുകളെ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാനാ വരുന്നത്. അന്നേരം നീ ആളുകളെ ചിരിക്കരുത്. നിന്നെ നടത്തി പരിപാലിച്ച് സൂക്ഷിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അവരോട് പറഞ്ഞിട്ട് പോന്നെ. അവര് ചോദിക്കുക എവിടെ പോവാ? ആരാധിക്കാൻ. ഇവിടെ വന്നോ? ഇപ്പം വന്ന് സഭായത്തിന് വരുന്ന മൊബൈൽ കളിയല്ലേ ഇല്ലേ? നിനക്കൊരു 3 മണിക്കൂർ ഇത് മാറ്റി വെച്ചു ദൈവത്തെ ആരാധിക്കാൻ മേലേ നീ എന്നാ ഈ കുന്തം കണ്ടത്? സ്തോത്രം. സഭായത്തിനിരിക്കുമ്പോഴും മൊബൈലിൽ മെസ്സേജ് അയക്കുക, അത് വരിക. നിന്നെ അടിച്ച് നിന്റെ ഇടപാട് തീർത്തില്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അങ്ങ് മാറ്റി വെക്ക. നീ ദൈവത്തെ ഭയത്തോടെ ആരാധിക്ക.
നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യ. ദൈവം നിനക്ക് ആയുസ് നൽകി, ആരോഗ്യം നൽകി, നന്മ നൽകി, ബലം നൽകി, അവസരം നൽകി. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പൊ എല്ലാം കൊണ്ട് നല്ല സ്ഥലമാണ് കനാൻ ദേശം. ഈ കനാന്റെ പ്രത്യേകത ആവർത്തനം 8:7. അല്ലയോ ഇസ്രായേല്, നിന്റെ ദൈവമായ യഹോവ നിന്നെ നല്ലൊരു ദേശത്തേക്ക് കൊണ്ടുപോവുക. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം. കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ, 7 കൂട്ടം സാധനം. അത് ഒന്നൊന്നൊക്കെ മെച്ചമാ. കോതമ്പ്, നല്ല കോതമ്പ് കനാനില്ല. നമുക്ക് കിട്ടുന്നതെല്ലാം പിശിട, ബേസ്റ്റാ. അതിലെ ചപ്പാത്തി ഉണ്ടാക്കി എഴുന്നേറ്റ് നിന്ന് കടിക്കണം. ജനലെ പിടിച്ചോണ്ട് വേണം ചപ്പാത്തിക്കിട്ട് കടിക്കാൻ. അതിന് പഴയ അപ്പച്ചന്മാർ ചെയ്യുന്ന ചപ്പാത്തി കൊടുക്കുമ്പോൾ അതെല്ലാം പറിച്ച് കീറിയിട്ടേച്ച് പറയും, കുഞ്ഞുഞ്ഞമ്മ ഇച്ചിരി ഏറെ ചാറൊഴിച്ചേക്കാൻ പറയും. ചാറൊഴിച്ച് വെച്ച് ചപ്പാത്തിയും ചാറയും നോക്കിയിരിക്കുക ബേച്ചൻ. അതിനെ ഇച്ചിരി കുതിരട്ടെന്ന്. നല്ല സാധനമല്ലതാ. പിന്നെ പ്രാണം കിടക്കണ്ടേന്ന് ഓർത്തങ്ങ് നല്ല സാധനം എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത്. അത് നാളെ ഒരു തള്ള പറഞ്ഞവർ ആണുങ്ങൾ തിന്നുന്നുണ്ടെന്ന്. ആയിക്കോട്ടെ. അപ്പൊ ഗോതമ്പ്, നല്ല ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം. അത്തി രോഗശാന്തിയെ കാണിക്കുന്നതാ. സ്തോത്രം. മാതളം, മുന്തിരി. അയ്യോ, മുന്തിരിയുടെ നൽകി എന്നെ ശക്തീകരിക്കണം. നാരങ്ങ തന്നെ തണുപ്പിക്കണം. ഇത് കടിക്കേണ്ടതുപോലെ കടിച്ചാൽ നിനക്ക് വിടുതലാണെന്ന്. മിസ്രയീമിൽ എന്തുവായിരുന്നു? മിസ്രയീമിൽ കൂടുതൽ ഉള്ളി. സംഖ്യ 11:4 അങ്ങനെയല്ലയോ തോമസ് ഒട്ടിച്ച? സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ മിസ്രയീമിൽ എന്തുവാ കഴിച്ചെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി മുഴുവൻ ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മേൻ ഇറച്ചി ആരതിന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി. 3 ഉള്ളിയെ പറ്റി പറഞ്ഞ ചുവന്നുള്ളി, ചിറ്റുള്ളി, ഉള്ളി എന്ന് പറഞ്ഞ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും സാവോളി. ഇവനെല്ലാം സാവോളത് നൂപ്പാട് വന്ന് കിടന്നതാ. നീ നേരത്തെ സവോള നിന്ന് നിന്റെ ആപ്പീസ് പൂട്ടിക്കിടന്ന് നിന്നെ ഈ മാർഗത്തിൽ കൊണ്ടുവന്ന് നീ അർഹിക്കാത്ത നന്മകളാ ദൈവം തരുന്നത്. സ്തോത്രം. അപ്പൊ നീ കയ്യും കട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. നീ അർഹിക്കാത്ത നന്മ തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് ഇടപെടാതെ ദൈവത്തിനെ മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്യണം. ആമേൻ. അവിടെ 6 കൂട്ടം സാധനമാ. മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചീറ്റുള്ളി. 6. കനാനിൽ 7. അത് ഉള്ളതെല്ലാം ഒന്നുക്കൊന്നുക്ക് മെച്ചമാ. സ്തോത്രം. ഇത് കഴിക്കേണ്ടതുപോലെ കഴിച്ചാൽ വിടുതലാണെന്ന് ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പം പറയും. ഇത് കഴിക്കേണ്ടതുപോലെ കഴിക്കണം. ഇസ്രായേൽ മക്കൾക്ക് കുഞ്ഞാടിനെ ഭക്ഷിക്കുന്ന വിധം അവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ കഴിക്കണം, എങ്ങനെ കഴിക്കരുത്. നാളെ ഞാൻ ഓർപ്പിച്ചതാ. എങ്ങനെ കഴിക്കണം? ചുട്ട് കഴിക്കണം. എങ്ങനെ കഴിക്കരുത്? പച്ചയ്ക്കും തിന്നരുത്, വെള്ളത്തിൽ ഒന്ന് വായിച്ചേരുത്. സുട്ടിച്ചായ 12-ാം അധ്യായത്തിന്റെ 7. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എങ്ങനെ കഴിക്കണം, എങ്ങനെ കഴിക്കരുതെന്ന് 2 കാര്യവും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം താഴെയുണ്ട്. 12:7. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന കട്ടളക്കാർ 2-ലും കുറുമ്പടി മേലെ പുരട്ടണം. അന്ന് രാത്രി തീ ചുട്ടതായ മാംസവും തിന്നണം, പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പൊടുങ്ങിയോ തിന്നരുതെന്ന. എന്നാലും ഒന്ന് വായിച്ചു 7-ാം വാക്യം. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടണം. പിന്നെ അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. പുളിപ്പില്ല. ഇതിനകത്ത് പുളിപ്പൊന്നും ചേർക്കരുത്, ഉപദേശ പെശകൊന്നും ചേർക്കരുതെന്ന്. ഉപദേശ പെശകേ, പരീശന്മാരുടെ പുളിച്ച ഉപദേശമൊന്നും. ഇത് പെന്തിക്കോസ് ഉപദേശമാ. അത് തീർത്ത് പറയണം. വേണ്ടേ? മിണ്ടുന്നില്ലല്ലോ. ഇതിപ്പോ കൺവെൻഷന് വിളിക്കുന്നത് 7 ദിവസം കൺവെൻഷൻ. ഓരോ ദിവസവും ഉപദേശം ഐക്യമില്ലാത്തവരെയാ വിളിക്കുന്നത്. നമ്മൾ എന്നിട്ട് പറയുന്നത് എന്നാ കൺവെൻഷനാ? ഉപദേശത്തിൽ ഐക്യമില്ലല്ലോ. ഒരുത്തൻ വന്ന് പറഞ്ഞു ആഭരണം ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിറ്റേ ദിവസം വന്നും പറഞ്ഞു ഒരു കാരണവശാലും. 3-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു അത്യാവശ്യം ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും. 4-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഇടേണ്ടവർക്ക് ഇടാം, ഇടാത്തവർക്ക് ഇടണ്ട. ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? വൈസ് പ്രസിഡന്റ് അല്ലേ? തെറ്റിയോ? ഇതാണ് ഉപദേശം.
എടാ കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ കാര്യം ജനത്തെ കെട്ടടിച്ചു വിട്ടു. അങ്ങനെ 25-ാം വാക്യം വായിച്ച തോമസ് കുട്ടിച്ച. പുറപ്പാട് 32:25 എടുത്തേ. മോശവൻ അഹരോനെ ശാസിച്ചില്ലയോ? അഹരോൻ ചേട്ടനൊക്കെയാ, പക്ഷെ അവൻ ക്രമക്കേട് കാണിച്ചപ്പോ ശാസിച്ചു. അവരുടെ വിരോധികൾക്ക് മുൻപാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ടെന്ന ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ ഇവിടെ കെട്ടഴിഞ്ഞെന്ന് ഹാസ്യമായെന്ന ശരിയായ ഭാഷാന്തരം നഗ്നരായിട്ട് നടന്നെന്ന. ഇംഗ്ലീഷിൽ നേക്കട്ടെന്നും കണ്ട. ഇംഗ്ലീഷ് ബൈബിളുണ്ടോ? ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ. ഉണ്ട്. ഏത് ബൈബിളാ? വസ്ത്രമില്ലെന്ന് കെട്ടടിച്ചങ്ങ് വിട്ടു. തമിഴിൽ കൊടുത്തിരിക്കുന്നതാ, ജനങ്ങൾ തങ്ങൾ പകൈവർക്കൾ അപമാനപ്പെടുത്തതാകൊണ്ട് ആരോൻ അവർകളെ നിർവാണമായി ഇരിക്കുന്നത്. അവർകൾ നിർവാണമായി ഇരിക്കുന്നത് മോശ കണ്ടെന്ന. നിർവാണം തമിഴ് അറിയാവുന്നവരാരുണ്ട്? അതുമില്ല, എനിക്കും അറിയത്തില്ല. അതെങ്ങനാ പറഞ്ഞെന്ന് എനിക്കും ദൈവത്തിനും അറിയാം. ജനത്തെ കെട്ടടിച്ചു വിട്ടെന്ന് പാടില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും, കൈ തന്നാലും കൈ തന്നില്ലേലും, സ്വോത്ര കാഴ്ച തന്നാലും തന്നില്ലേലും ഉപദേശമായി പറയണം. ഇത് പെന്തക്കോസ്ത് ഉപദേശമാണ്. എടാ, പിതാക്കന്മാർ ഇതിന് വില കൊടുത്തതാ. കച്ചതയുടെ ഈ ചൂളയിൽ കൂടെ പോയ ഉപദേശം സ്ഥാപിച്ച് പ്രസംഗിച്ചും അമ്മ പഠിപ്പിച്ചും വന്നത്. ഇപ്പൊ നിനക്ക് 10 പുത്തം വന്നപ്പോ നീ എന്റെ വല്യമ്മച്ചി പറയടാ, കുണ്ട് കാണാത്ത അച്ഛ കുണ്ട് കണ്ട കുണ്ടെല്ലാം ദേവലോകമാണ്. അർഹതയില്ലാത്തവന്, യോഗ്യതയില്ലാത്തവന് ദൈവം നന്മ കൊടുക്കുമ്പോൾ അഹങ്കാരം വർദ്ധിക്കുന്നു ചിലർക്ക്. എന്നാൽ അന്നാരും ഭക്തിയോടെ ജീവിക്കുന്ന ഭക്തന്മാരുണ്ട്. ഇത് ഉപദേശമാണ്. തീർത്ത് പറയണ്ടേ? ഞാൻ IPC, ചർച്ചക്കോണ, അസംബ്ലീസ് കോട, ഷാരോന, നെയ്യേല, പെനിയേല, നൂറിന്റെ അതൊക്കെ നല്ലത്. ഞാൻ TPM, അതൊന്നും വല്ല ഇവിടുത്തെ വിഷയം. ഇത് ഉപദേശമായിട്ട് പറയണം. കൈ തരുകയോ ഇഷ്ടപ്പെടുകയോ അത് അഭിപ്രായമൊന്നും നമ്മുടെ വിഷയമല്ല. സ്വർഗത്ത് ചെല്ലുമ്പോൾ അതിന് പ്രതിഫലം. ഇവിടെ ഒന്നും അല്ല പ്രതിഫലം. ഇവിടെ എല്ലാവരും അങ്ങോട്ട് കാശ് കൊടുത്താൽ വാഴ്ത്തും. കാശും പുത്തനും കൊടുത്താൽ അവൻ കിളത്തി അവനെ അങ്ങ് അതിന് ഉച്ചകോടി കൊണ്ട് കയറ്റും. കാശില്ലെങ്കിൽ അവനെ അടിച്ച് തറ പറ്റിക്ക്. അതൊക്കെ ഇവിടെ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇതെങ്ങനെയാന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത് ഉപദേശമാ. ഇത് തീർത്ത് കാര്യം പറയണം. എന്തുവാ പെന്തക്കോസ്ത് ഉപദേശം? മാനസാന്തരപ്പെടണം, നീ രക്ഷിക്കപ്പെടണം, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം, നീ അഭിഷേകം പ്രാപിക്കണം. ആ പദം കേൾക്കുമ്പോൾ തർക്കിക്കാൻ ആൾക്കാർ കാണും. ഞാൻ തർക്കിക്കാനില്ല, എൻ്റെ അടുക്ക വരികയും ചെയ്യരുത്. തർക്കത്തിന്റെ ആളുമല്ല ഞാന്. ഇത് ആരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. നീ പ്രാർത്ഥിക്ക്, ദൈവം നിന്നെ നിറയ്ക്കും. ഇതാരുടെ കുടുംബസ്വത്തോ കുത്തകയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ആത്മസ്നാനത്തിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്ക്. അന്യഭാഷ പറയുന്നവൻ ദൈവത്തോടാ. ഒരു തള്ള ചോദിച്ചു മനസ്സിലാകുന്ന, ഞാൻ പറഞ്ഞ തള്ള നിങ്ങളോടല്ല പറഞ്ഞത്. തള്ള പറയാ മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞ തള്ളേ, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്ന തള്ളയോടത്രേ. അങ്ങനെയാണോ? ദൈവത്തോടത്രേ. എന്നെ തള്ളക്ക് ഇതെല്ലാം അറിയണമെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് തർക്കിക്കാൻ, ഞാൻ തർക്കിക്കാൻ ആളല്ല, പക്ഷെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്ക്. അയ്യോ, ഗുരുവും ശിഷ്യനും കൂടെ തർക്കിച്ച് ആരും ജയിച്ചില്ല. ഗുരു ആറാട്ടുപുഴ മണപ്പുറത്ത് തർക്കിക്കും, കണ്ണനം. അന്നേരം ശിഷ്യൻ കുമ്പനാട് കണ്ണനം. പിറ്റേന്ന് ഗുരു ആറന്മുള കണ്ണനം, ശിഷ്യൻ അന്നേരം പൂവത്തൂര് കണ്ണനം. മനസ്സിലായല്ലോ? ഗുരുവും ശിഷ്യനും എന്നും അങ്ങ് കണ്ണനമാണ്. എനിക്ക് തോന്നുന്നത് KG കുര്യച്ചനാന്നോ KG തോമാച്ചാനാന്നോ പറഞ്ഞ് മതി, നിർത്ത്. KG തോമാച്ചാനാന്നാ തോന്നുന്നത്. കാർത്തികപ്പള്ളി ആണോ? മതി, നിർത്ത്. അതാ നല്ലത്. ഇത് തർക്കത്തിനും മാനത്തിനും ഖണ്ഡനത്തിനും അല്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഉപദേശമില്ല. വേർപാട് പാലിക്കണം, നീ തിരുമേശ കിടക്കണം.
അപ്പം നുറുക്കി കൊണ്ടുവരുമ്പോഴേക്കും ആ ട്രാഫിക് പോലീസ് അവിടെ കോടഞ്ചേരി നിൽക്കും പോലെ. ആണോ? എടാ, തിരുമേശയില്ലാത്ത ആരാധനയല്ല. ആൾക്കാരെല്ലാം കൂടെ ഞായറാഴ്ച കൂടി തമ്പാർക്ക് തല്ലിപ്പൊട്ടിക്കുന്നേ ഉള്ളൂ. തിരുമേശയില്ലാത്ത ആരാധനയല്ല. ഇതാണ് നമ്മുടെ ഉപദേശം. കർത്താവിൽ മൺമറഞ്ഞ ടി.ജി. ഉമ്മച്ചൻ അവർ ആഞ്ഞിലിത്താനത്ത് ചെന്നപ്പോൾ സഭായുദ്ധം അവിടെ കൂടി കേട്ടിട്ടുണ്ട്. അനുഭവസ്ഥർ കാണും. ഞായറാഴ്ച 9:30 ആയിട്ടും പുള്ളി നേരത്തെ ഒന്നു കസേരയിൽ നോക്കിയിട്ട് തിരുമേശയില്ല. ശുശ്രൂഷകനെ വിളിച്ചു, പേര് ഞാനങ്ങിടുക, യോയ്ക്കുട്ടി തിരുമേശയില്ലയോ? അപ്പച്ച എല്ലാ ആഴ്ചയിലും ഇല്ലെന്ന്. എന്നാ ഞാൻ കുറ്റപ്പുഴക്കൊരിയച്ചൻ ഇവിടോട്ട് പോവാ, അവിടെ ആരാധനയുണ്ട്, ഇവിടെ ആരാധനയല്ല. നിങ്ങളെല്ലാം കൂടെ ഞായറാഴ്ച കൂടുന്നേ. തിരുമേശയില്ലാത്ത ആരാധനയല്ല. മാസത്തിൽ 1-2 മാസം കൂടുമ്പോൾ ഒന്ന് സെൻട്രൽ പാസ്റ്റ് വരുമ്പം അപ്പം നുറുക്കുക. അതിന് ഇരുമ്പാണോ അപ്പം? ഓരോ ആഴ്ചയും ഇത് കൂടി വരുമ്പോഴൊക്കെ ചെയ്യണം. കുറഞ്ഞ പക്ഷം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അപ്പം നുറുക്കാൻ കൂടി വന്നെന്നാ. അപ്പം നുറുക്കണം. അവിടുത്തെ തിരുശരീരത്തിൽ നുറുക്കപ്പെട്ടതിന്റെ ഓർമ്മയാ അപ്പം. അവിടുത്തെ തിരുരക്തം ചിന്തിയതിന്റെ സ്മാരകമാ ദ്രാക്ഷാരസം. അത് ഓർക്കാത്ത ആരാധന അല്ല. അപ്പോസ്തലർ കൂടി വന്ന നാളിത്, അപ്പോസ്തലർ കൂടി വന്ന നാളിത്, അപ്പം നുറുക്കി ആർത്തു ഘോഷിച്ചവർ വന്നു, അപ്പം നുറുക്കി ആർത്തു ഘോഷിച്ചവർ വന്നു. ഇപ്പോൾ നാമും അപ്രകാരമായി, ഇപ്പോൾ നാമും അപ്രകാരമായി. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഇതാണ് നമ്മുടെ ഉപദേശം. തിരുമേശ കിടക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. ഓരോ ദിവസവും പ്രസംഗിക്കുന്ന ഞങ്ങളും കേൾക്കുന്ന നിങ്ങളും മാനസാന്തരപ്പെട്ട് ജീവിതത്തിലെ അപാകതകൾ, ന്യൂനതകൾ, കുറവുകൾ, പോരായ്മകൾ പരിഹരിച്ച് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. അവിടുത്തെ പ്രത്യക്ഷതയിൽ എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്. യേശു വീണ്ടും വരും തിരുസഭയെ ചേർക്കാൻ. ഇതാണ് നമ്മുടെ ഉപദേശം. ഇത് പറയണ്ടേ? ഇത് കൺവെൻഷന് വിളിച്ചാലും ഉപദേശിക്കുള്ളവരെ പുള്ളി നന്നായിട്ട് ഇളക്കും. ഇളക്കാനാണെങ്കിൽ പടകിടം മോഹനൻ നമ്പൂതിരിക്ക് ആളിനെ ആവശ്യമുണ്ട്. കാരണം ഒത്തിരി ഇളക്കാനുണ്ട്. അവിയൽ ഇളക്കണം, കാളൻ അടി പിടിക്കാതിരിക്കാൻ ഇളക്കണം, തോരന് ഇളക്കണം. നൗഷാദ് മരിച്ചെങ്കിലും നൗഷാദിനും ആളിനെ ആവശ്യം. അവിടെ നിന്ന് ഇഷ്ടം പോലെ ഇളക്കാനുണ്ട്. അടി പിടിക്കരുത്. ബിരിയാണിയും ഒലത്തിറച്ചിക്ക് നന്നായിട്ട്. ഇത് ഇളക്കല്ല വിഷയം, ഇത് ഉപദേശമാ വിഷയം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്നോടൊരിക്കൽ ഒരാൾ പറഞ്ഞു, അച്ഛാ ഇങ്ങനൊന്നും പ്രസംഗിക്കരുത്. പിന്നെ എങ്ങനെയാടാ പ്രസംഗിക്കുന്നത്? ആള് നോക്കിയും മുഖം നോക്കിയും പണം നോക്കിയും പ്രതാപം നോക്കി അല്ല ഇവിടുത്തെ വിഷയം. പ്രതിഫലമൊക്കെ തരുന്നത് അവിടെ. പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം അനുഭവത്തിൽ നിന്ന് പറയുക, നീ ശരിയായ നിലയിലൊന്ന് നിന്ന് ഒരുത്തം വഴി അടച്ചാൽ 9 വഴി ദൈവം തുറക്കും. 9 അല്ല 9,000 അല്ല. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല. ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ദാവീദിന്റെ താക്കോ തോളിലുള്ള യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദ ലോർഡ്. അതെ, ഞാന് എല്ലാ ഭാഗവും ഒന്നും എടുക്കുന്നില്ല. കർത്താവിന്റെ മകത്വം. ഗോതമ്പ്, യവോ, മുന്തിരി, അത്തിമ ഇത് കഴിക്കേണ്ടത് പോലെ കഴിക്കണമെന്ന്. ചുട്ട് തിന്നണം. വെള്ളത്തിൽ പുഴുങ്ങി തിന്നരുത്, പച്ചയ്ക്കും തിന്നരുത്. പച്ചക്കൊക്കെ തിന്ന പരിവക്കേടാ. അതെ, ഗോതമ്പ്, യവോ, മുന്തിരി, അത്തി, മാതള, ഒലിവും, തേൻ ഒന്നുകൊന്നൊക്കെ മെച്ചമാ. ഇത് കഴിച്ചാൽ അന്നേരം ശക്തി ഉണ്ടാകും. നിങ്ങൾക്ക് പുസ്തകം അറിയാമല്ലോ. ദാവീദിന്റെ പട്ടണം പണ്ട് അമാലിക്കര് കൊള്ളയിട്ട് തീയിട്ട് കത്തിച്ചു. ദാവീദ് തിരിച്ചു വന്നപ്പോൾ പട്ടണമെല്ലാം കത്തി. ദാവീദ് ഭാര്യമാരെയും പിള്ളേരെയും പിടിച്ചുകൊണ്ട് പോയി. ദാവീദ് ബലമില്ലാതാകുവോളം കരഞ്ഞുകൊണ്ടേ ജനമെല്ലാം കൂടെ പറഞ്ഞ് കല്ലെറിഞ്ഞു കൊല്ലാൻ. അത് അന്നും അങ്ങനെ ഇന്നും. ഒരു ക്ഷീണമാണെന്ന് കണ്ട അന്നേരം ചുമ്മാ നിൽക്കുന്നതിനും കയറി. ഇവനൊരു ആവശ്യമുള്ളതല്ല, അവന് ഉടനെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. നമ്മൾ ചോദിക്കുക, നീ എന്തിനാ ഇപ്പം എറിഞ്ഞ്? ബേച്ചൻ എറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അടങ്ങി നിന്ന അവന് പറഞ്ഞു. പക്ഷേ ദാവീദിന്റെ ക്വാളിറ്റി, ദാവീദോ
ദൈവത്തിൽ ബലപ്പെട്ടു. ഇന്നത്തെ ദാവീദാണ് ആ കല്ലെടുത്ത് തിരിച്ചവനെ തിരിച്ചറിയരുത്, നമ്മുടെ മാർഗമല്ല. തിരിച്ച് മറുപടിയും പറയരുത്, നമ്മുടെ മാർഗമല്ല. തിരിച്ച് പ്രതികരിക്കുകയും ചെയ്യരുത്, നമ്മുടെ മാർഗമല്ല. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അങ്ങനെയാണല്ലോ. രോമം കത്തിരിക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്ന, അതാ നമ്മുടെ പ്രമാണം. ദാവീദോ ദൈവത്തിൽ ബലപ്പെട്ടു. ദൈവത്തിൽ ബലപ്പെട്ട് ദാവീദ് ദൈവത്തോട് ചോദിച്ച, കർത്താവേ, ആ പരീക്ഷയുടെ പുറകെ പോകണോ? തമ്പുരാൻ പറഞ്ഞു പൊക്കോ. അങ്ങനെ ദാവീദ് 600 പേരെ കൂട്ടി അമാലേക്കിനെ പിന്തുടർന്നു. ഇവരിങ്ങനെ യാത്ര ചെയ്തു വന്നപ്പോൾ വഴിയിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ടു. ഇവൻ രോഗിയാ, ക്ഷീണിതനാ, ഇവന് പരുവക്കടിച്ച് ആകാരം കിടക്കുക. ഇവനെ ഉപേക്ഷിച്ചു പോയതാ ഇവന്റെ യജമാനൻ. അവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നോസൊടിച്ച 30-ാം അധ്യായത്തിന്റെ 13 ആദ്യം വായിക്കണം. അവനെ പരിചയപ്പെടുത്തുക. ശൗമേലിന്റെ 1-ാം പുസ്തകം 30. ദാവീദ് അവനോട്, നീ ആരുടെ ആള്, എവിടുത്തുകാരനെന്ന് ചോദിച്ചതിന്, ഞാനൊരു മിസ്രയീമ്യ ബാല്യക്കാരൻ, ഒരു അമാലേക്കിന്റെ പ്രത്യൻ. പിന്നെ 3 ദിവസം മുമ്പ് എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. നിങ്ങളൊരു പാഠം ശ്രദ്ധിക്കണം. ഇവന്റെ ആയുസ് മുഴുവൻ അമാലേക്കിനെ ശ്രേവിച്ച് അമാലേക്കിന്റെ പ്രത്യനാ. ഇവൻ മിസ്രയീമ്യ ബാല്യക്കാരനാ. 3 ദിവസം മുമ്പ് ഇവന് ദീനം വന്നപ്പോൾ ഇവൻ ഇക്കാലം മുഴുവൻ സേവിച്ച് അമാലേക്കൻ ഇവനെ വടിയിലിട്ടേച്ച് പോയി. എന്നെ കേൾക്കുന്ന സ്നേഹിത സുഹൃത്ത്, നീ ലോകത്തിന്റെ പുറകെ പോയാൽ, ലോക ഇമ്പങ്ങളുടെ പുറകെ പോയാൽ, നിനക്കൊരു തളർച്ചയോ ക്ഷീണമോ അപാകതയോ പാലിച്ചയോ വരുമ്പോൾ നിന്നെ ഉപേക്ഷിച്ചെല്ലാവരും പോകും. എന്നാൽ നിന്റെ ആയുസ്സിൽ, നിന്റെ ആരോഗ്യത്തോട് നീ യേശുവിനെ ശുശ്രൂഷിച്ചാൽ, യേശുവിനെ ആരാധിച്ചാൽ, യേശുവിന്റെ സാക്ഷ്യം വഹിച്ചാൽ, ദീനത്തിൽ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ദീനത്തിൽ നിന്റെ കിടക്ക മാറ്റിപിരിക്കും. വാർദ്ധക്യം നിറയുമുള്ള കാലത്തോളം നിന്നെ ചുമക്കും. അവിടുന്ന് തിരുവായി മടഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. എവരെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നപ്പോ ചോദിച്ചു, എവിടുത്തുകാരനാ? ഞാനൊരു മിസ്രയീമ്യ ബാല്യക്കാരൻ, എന്നാ ജോലി? ഞാൻ അമാലേക്കിന്റെ പ്രത്യൻ. പിന്നെ 3 ദിവസം മുമ്പ് എനിക്ക് ദീനം വന്നപ്പോ എന്റെ യജമാനനെ ഇട്ടേച്ചു പോയി. ഇവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നപ്പോൾ ഇവന് ദാവീദ് 4 കൂട്ടം സാധനം കൊടുത്തെന്ന 11-ാമത്തെ വാക്യം. 11 വായിച്ചേ. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ടു, ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന കാര്യമാണ് മുമ്പേ 13 വായിച്ചത്. വന്ന വിഷയമാണ് 11-ല്. കൊണ്ടുവന്നു. അവൻ അപ്പം കൊടുത്തു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചേ, ഇവൻ രോഗിയാ, ക്ഷീണിതനാ, ആരുമില്ല, ഉപേക്ഷിക്കപ്പെട്ടവനാ, മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുക. എല്ലാരും കൈവിട്ടു. അവന്റെ ആ ഗതികേട് നോക്കിയേ. ഇവന്റെ യജമാനൻ ഇട്ടേച്ചു പോയി. ഇവൻ ആരോഗ്യം, ചൂടും ചുണയും ഉശിരുമൊക്കെ ഉള്ളപ്പോഴാ ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് നിന്നെ മതി. മനസ്സിലായി കാണും. അന്നേരം നിന്നെ വേണം. കോശക്കുഞ്ഞ് മുന്നിൽ നിൽക്കാൻ പറയും. നമ്മുടെ ഇവിടുത്തെ നേതാവാണ് കോശക്കുഞ്ഞ്. കോശക്കുഞ്ഞിന് കാസാവലി വരുമ്പോ കോശക്കുഞ്ഞ് പോയട്ടെ. ഇതാ ലോകം. മനസ്സിലായോ? ഇവനെ പൊക്കിയെടുത്തുകൊണ്ടെന്ന് ക്ഷീണിതനാ, രോഗി, ബലഹീനൻ, ആരുമില്ല, ഉപേക്ഷിച്ചു, മരണം പ്രതീക്ഷിച്ച് കിടക്കുക വഴിയരികെ. പക്ഷെ ഇവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ ദാവീദ് ഇവന് 4 കൂട്ടം സാധനം കൊടുത്തു. അവൻ അപ്പം കൊടുത്തു. ആദ്യം ഇവന് അപ്പം കൊടുത്തു. അപ്പം കൊടുത്തു. അപ്പം അവൻ തിന്നു. പിന്നെ അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. വെള്ളം കൊടുക്കണം, ഇല്ലേ അപ്പം തന്നെ കൊടുത്താ തൊണ്ടയ്ക്കകത്ത് കുരുങ്ങും. വെള്ളം കൊടുക്കണേ. അവർ അവന് ഒരു കഷണം അത്തിയടയും, കണ്ടോ, ഒരു കഷണം അത്തിയട, അത്തി. പിന്നെ 2 ഉണക്കമുന്തിരിക്കുലയും കൊടുത്തു. നിർത്തണേ, അടുത്തത് ഞാൻ പറയുമ്പം വായിച്ചു തരണേ, ഇപ്പം വായിക്കരുത്. ദിവസം ഞാൻ നന്നായിട്ട് വായിക്കുന്നു. സീനിയർ പാസ്റ്ററായ എൻ്റെ പിതാവിൻ്റെ പോലെ ബഹുമാനിക്കുന്നു. വളരെ ആശ്വാസമാണ്. ഏതായാലും ഇന്ന് വന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷമുണ്ട്. നന്നായിട്ട് വായിച്ചു തരുന്നു. ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ. അപ്പൊ ഞാൻ പറയുമ്പം വായിക്കണം, ശ്രദ്ധിക്കുക. ഈ രോഗിയായി ക്ഷീണിതനായി പരുവക്കേടി കിടന്ന് ഇവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ ഇവന് 4 കൂട്ടം സാധനം കൊടുത്തെന്ന അപ്പം, വെള്ളം, അത്തിയട, 2 ഉണക്കമുന്തിരിക്കുല. ഈ പറയപ്പെട്ട സാധനമെല്ലാം കനാനിലുണ്ടെന്ന്. കോതമ്പ്, യവത്തപ്പോയി, ഓറമ്മും. അപ്പൊ ഈ 4 കൂട്ടം എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. അപ്പൊ അപ്പം മാത്രം കൊടുത്താൽ മുമ്പേ പറഞ്ഞ പോലെ പിന്നെ വെള്ളം കൊടുക്കണം.
വെള്ളം തന്നെ കൊടുത്തിട്ട് കാര്യവുമില്ല. അപ്പോ പിന്നെ ചിലടത്ത് അങ്ങ് വെള്ളമാ 10 മുതൽ 11 വരെ വെള്ളം. വെള്ളത്തിന്റെ അകിരികളിയാ. വരുന്നവനെല്ലാം കുപ്പി കണക്കിന് അവനെല്ലാം വെള്ളം കുടിച്ച് കിടന്ന് കുഴയ്യ. വെള്ളം തന്നെ കൊടുത്താൽ കുഴപ്പമാണ്. ഇപ്പൊ ശാസ്ത്രം പറയുന്ന കണ്ടമാനം വെള്ളം കുടിച്ചാൽ അതും കുഴപ്പമാന്ന ഇല്ലേ? നിങ്ങളാരും ഈ ലോകത്തിലല്ലേ? കണ്ടമാനം വെള്ളം തന്നെ കൊടുത്താലും അപ്പം തന്നെ കൊടുത്താലും കുഴപ്പമാ. തൊണ്ടേ കെട്ടും, ഇക്കളെടുക്കും. അതല്ലേ അപ്പച്ചൻ കഴിച്ചു വരുമ്പോ ഇക്കള് പെട്ടെന്ന് കൊണ്ട് വെള്ളം കൊടുക്കാൻ ഒരുമാതിരിപ്പെട്ട അപ്പനെല്ലാം ഇക്കളെടുത്തിരിക്കുക. അതില്ലേ വല്ലപ്പോഴും അപ്പം തന്നെ കൊടുത്താൽ കുഴപ്പമാ, വെള്ളം തന്നെ കൊടുത്താലും കുഴപ്പം. അപ്പവും വേണം, വെള്ളവും വേണം. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നിങ്ങൾ യോജിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ സഭായുഗത്തിൽ 1 മണിക്കൂർ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താങ്കൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാൻ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ 1 മണിക്കൂർ പാട്ടുപാടി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. എൻ്റെ അഭിപ്രായമാ. അത് വചനത്തെ കൂട്ടുപിടിച്ച കുറഞ്ഞത് 1.5 മണിക്കൂർ ദൈവവചനവും പറയണം. ആ സഭയെ തകർക്കാൻ ഒരു ശക്തിയും കാണുകയില്ല. ഒരാഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും തന്ത്രവും ഏക്കത്തുമില്ല. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാണ്. ഇവൻ അപ്പം എല്ലാം ഞാൻ കഴിക്കുന്നത്. അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, അത്തിയുടെയും കൊടുത്തു, ഉണക്കമുന്തിരിക്കൊല്ല, 4 കൂട്ടം സാധനം. അപ്പൊ ഇത് 4 ഇവൻ കഴിക്കുകയും കുടിക്കുകയും ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചു? അത് തിന്നപ്പോൾ അവന് ഉയരി വീണു. അത് മതി. ഇത് കടിച്ചപ്പോൾ അവന് ഉയരി വീണു. ഇത് കടിക്കേണ്ടതുപോലെ കടിച്ചാൽ നിനക്ക് ഉയരുണ്ടാകും. ഇത് ഭക്ഷിക്കേണ്ടതുപോലെ ഭക്ഷിച്ചാൽ നിന്റെ രോഗം മാറും. ഇത് ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുത്താൽ നിന്റെ ക്ഷീണം മാറും. ഇന്ന് രാത്രി തകർച്ചയോടെ വേദനയോടെ കടന്നു വന്ന ദൈവത്തിന്റെ പൈതല്, ഇത് ഏറ്റെടുത്താൽ നിനക്ക് നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാണ്. അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തിയാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതാ കനാന്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള കനാനിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നെന്ന് നിരാശപ്പെടരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം, പെന്തിക്കോസി വന്നതാ നിന്റെ ഭാഗ്യം. ആണെന്ന് അതിന് തർക്കമൊന്നുമില്ല. ബിബ്ലിക്കലായിട്ട് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം. ഞാൻ എൻ്റെ ശൈലി പറയുകയാണ്, ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഒരു കൂറയില്ലാതെ തെണ്ടി നടന്നവനെല്ലാം ദൈവം നന്മ കൊടുത്തത് ഇതിനകത്ത് വന്നതുകൊണ്ടല്ലേ. മുമ്പേ നിനക്ക് നല്ല ചെരുപ്പുണ്ടായിരുന്നു, ഇപ്പൊ എത്ര ഷൂ ഉണ്ട്? പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോ ചെരുപ്പില്ലാതെ നിന്ന് നടന്ന് നിന്റെ കാലെ കല്ല് കാച്ചി അവസാനം നടരാജ വിഗ്രഹം പോലെ നിന്ന് തിരിതല്ലെന്നല്ലേ പറയുന്നേ. കൊള്ളാം, അമ്മയെ തല്ലിക്കോളാൻ. ഇപ്പൊ എത്ര ജോഡി ഷൂവും ചെരുപ്പും ഉണ്ട്. നിനക്ക് നല്ലൊരു സാരി ഉണ്ടായിരുന്നു, നല്ലൊരു ചെരുപ്പുണ്ടായിരുന്നു. പറ, സത്യം പറ. കല്യാണത്തിന് പോയപ്പോ അപ്പുറത്തെ തങ്കമ്മയുടെ ചെരുപ്പ് മേടിച്ചിട്ടുണ്ടല്ലേ പോയത്? തങ്കമ്മ ചെരുപ്പ് ഇങ്ങോട്ട് പോയി. ഞാൻ തിരുവല്ല വരെ പോയിട്ട് എന്നോട് കല്യാണമുണ്ട്. കല്യാണം നാളെ മേടിച്ചോണ്ട് പോയി, ഞാൻ കൊണ്ട് പെട്ടെന്ന് തരാം. ആ ചെരുപ്പിട്ടോണ്ടാ നീ കല്യാണത്തിന് ഓടി ബസ്സേ കയറാൻ വരുമ്പോ ചെരുപ്പിന്റെ വള്ളിയും പൊട്ടി. അവിടെ പേപ്പറിൽ പൊതിഞ്ഞ്. അയ്യോ, ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ലെന്നേ. അങ്ങനെയൊക്കെ അനുഭവിച്ചവരുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കടയിൽ കയറി 50 പൈസയ്ക്ക് 2 വള്ളി. അത് അവിടെ മുതൽ ഞെക്കിയിട്ടൊന്നും കയറുന്നുമില്ല. എലന്തൂർ വന്നപ്പോൾ ഒരു വിധത്തിൽ തങ്കയുടെ ചെരുപ്പം കൊടുത്തു. അല്ല, ഇപ്പൊ എത്ര ജോഡിയുണ്ട് നിനക്ക്? കുറ്റമല്ലി പറഞ്ഞത്. ദൈവം നിനക്ക് നന്മകൾ തരുമെന്ന് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് സ്തോത്രം ചെയ്യണം. ഞാൻ ഏതാനും സമയങ്ങൾ കൊണ്ട് മെസ്സേജ് അങ്ങ് നിർത്താം. മെസ്സേജ് തീർന്നിട്ടല്ല, നിങ്ങൾക്കും പോകണം എനിക്കും പോകണം. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. എനിക്ക് പ്രസംഗിക്കണ ഒരു 2-2.5 മണിക്കൂറൊക്കെ വേണം. പിന്നെ ഒന്നും കിട്ടിയിട്ടൊന്നും എന്നെ കൊണ്ട് നോക്കുകയില്ല. ഇനി ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എനിക്ക് സമയം വേണം. സ്തോത്രം എൻ്റെ രീതിയാണ്. അതുകൊണ്ടാണ്. അത് കാരണം മറ്റൊന്നുമല്ല. ഇടയ്ക്ക് പാട്ടുമൊക്കെ ഉണ്ടത്. അങ്ങനെ എന്നെ കൊണ്ട് ഒക്കൂ. അല്ലാത്തവരുണ്ട്, അവരെ അങ്ങ് വിളിക്കേ. സ്തോത്രം. സമയം എന്നാൽ ഇവിടെ ഇച്ചിരി സമയമുണ്ട്. നിങ്ങൾ സഹകരിക്കുന്നല്ലോ, വളരെ നന്ദി. സ്തോത്രം. ഇന്നിപ്പോ സഹിച്ചേ ഒക്കൂ. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലത്താണ് ദൈവം നിന്നെ കൊണ്ടുവന്നത്.
ഈ കനാൻ നാട് സുന്ദര സുലഭലമായ ദേശം. സാറ് കൊടുത്തിരിക്കുന്നത് കേരവും ജംബീരവും ഈന്തലും കരിമ്പുളി പേരയും നാഗരംഗം ആകന്തം മാതുളങ്കം ആമ്രങ്ങൾ ആമ്രാതകം ചെത്തിയും മത്തിവൃക്ഷം കമ്രമാം താത്രി താലജാലങ്ങൾ വീലുക്കളും ഗന്ധ ഉട്പങ്ങളേകും ചമ്പുകം ബികളവും ഗന്ധമോക്ഷവും മോക്ഷത്രവും സപ്തച്ചതം വൻപാലും ഇനിപ്പാലും പോഷണത്താലും വാഴ തമ്പുരാനിരിക്കാം ഏത്തനും ഗാംഭീര്യമുള്ളുപാരം ദ്രവിച്ചിടലും അൻപൊട് പച്ചത്തൊലി പേർന്ന ചിങ്ങനാദി ചിങ്ങപ്പഴം രപ്പകൾ പലതരം ഇക്ഷുക്കൾ പൂക്കളുള്ള ചുമ്പത്താം പൂക്കളുള്ള വൃക്ഷങ്ങൾ പലതരം രമ്യതയറ്റ കാട് തറയും പൊന്നാക്കുന്ന രമ്യാകതരുക്കളും സന്ധ്യാമേഘങ്ങൾ പോലെ ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറി നെല്ലിക്ക ഇതെല്ലാമുള്ള സുന്ദര സുലഭലമായ കനാൻ നാട്. ആ ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുവന്നത്. നിരാശപ്പെടരുതെന്ന്. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ ഭാഗ്യം. നീ ദൈവപൈതലായതാ ഭാഗ്യം. ഞാൻ പെന്തിക്കോസ് വന്നിട്ട് 10-35 കൊല്ലത്തോളം ആകുന്നു. ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് മണ്ടത്തരമാണ്. ഇപ്പോഴും സങ്കടമാണ്. നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്നാ. പ്രൈസ് ദി ലോർഡ്. ഈ കൃപയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. നീ ദൈവപൈതലായി തീർന്നതാണ് ഭാഗ്യം. ഇങ്ങനെ നല്ല സ്ഥലമാണ് കനാൻ ദേശം. ഈ കനാൻ ദേശത്തോട് അടുത്ത ദേശം ആ കാദേശ് നടുങ്ങി. ഞാൻ 2 കാര്യം പറഞ്ഞങ്ങ് നിർത്താതെയോ കൊള്ളല്ലേ. നിങ്ങൾ പറയും വാക്യം വായിച്ചു കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ പോയിന്റ് ഒന്നും പുള്ളി നിങ്ങളുടെ കുറച്ച് പോയിന്റ് ഉണ്ട്. അതെനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണാൻ പറയാം. നല്ലതുപോലെ പോയിന്റ് ഉണ്ട്. അതാണല്ലോ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കുന്നത്. പോയിന്റ് നല്ലത്. അപ്പം നിങ്ങൾ പറയുന്ന പോയിന്റ് അല്ല, ഞാനൊരു 2 പോയിന്റ് പറയാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കുക. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കാദേശ് നടുങ്ങാനുള്ള കാരണം ഇവിടെ ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 വായിക്കുക. ഇപ്പോൾ നിന്റെ സേരത്ത് തൊട്ട് കിടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്ത് തൊട്ട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറഞ്ഞ ഇന്ന് പുറപ്പെട്ടത് മുതൽ സേരത്ത് തൊട്ട് കിടക്കുമ്പോഴുള്ള കാലം 38 സംവത്സരം. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയാക്കുകയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പ്രളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. അപ്പോൾ യോദ്ധാക്കളാകുന്ന തലമുറ മുഴുവൻ മുടിഞ്ഞുപോയ സ്ഥലമാണ് കാദേശ്. അതായി കാദേശ് നടുങ്ങിയത്. എണ്ണപ്പെട്ടതായ യോദ്ധാക്കൾ എല്ലാം വിവരിക്കാൻ വേറെ വാക്യങ്ങൾ ചേർത്ത് കോർത്ത് ഇണക്കിയാ വിവരിക്കേണ്ടത്. അതിന് മുതിരുന്നില്ല. യോദ്ധാക്കളാകുന്ന മിടുക്കന്മാര് മുഴുവൻ പട്ടുപോയ സ്ഥലമാണ്, മുടിഞ്ഞുപോയ സ്ഥലമാണ് കാദേശ്. അതുകൊണ്ട് കാദേശ് നടുങ്ങി. അവിടെ ഒരു പദമുണ്ട്, യഹോവ സത്യം ചെയ്തതുപോലെ. അങ്ങനല്ലയോ നാം സൂക്ഷിച്ച യഹോവ അവരോട് സത്യം ചെയ്തു. ദൈവം ഈ ഗതികേട് കൊണ്ട് ഒടുവിൽ ഇവരെ കൊണ്ട് നിർവാഹമില്ലാതെ ദൈവം സത്യം ചെയ്തു. എന്തുവാ സത്യം? 95:10 സങ്കീർത്തനം 95:10 ദൈവം ചെയ്ത സത്യം അവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ തമ്പുരാൻ ചെയ്ത സത്യം? 95-ാം സങ്കീർത്തനം 10-ാം വാക്യം വായിച്ചേ. 95:10 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഈ സത്യം നിവർത്തിക്കണം. സത്യം നിവർത്തിക്കാൻ ഇവരെ ഇട്ട് കറക്കി. കാദേശിൽ 38 കൊല്ലം സത്യം നിവർത്തിക്കണ്ടേ? സത്യം നിവർത്തിക്കാൻ ഇവരെ ഇട്ട് കറക്കി. ആ കറക്കിയതിൽ 38 കൊല്ലം കാദേശിൽ. ഈ കറക്കത്തിനിടെ യോദ്ധാക്കൾ മുഴുവൻ പട്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരും പട്ടുപോകരുത്, ആരും നശിച്ചു പോകരുത്, ആരും പിന്മാറിപ്പോകരുത്. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിനവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. എന്നെ കേൾക്കുന്ന ആരും പട്ടുപോകരുത്. വീരന്മാര് പട്ടുപോയതിനെ പറ്റി ശൗല് മരിച്ചപ്പോൾ ദാവീദ് വിലാപഗാനത്തിൽ പറയുന്നുണ്ടല്ലോ. ശൗമേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള തിരുവെടുത്തിൽ പട്ടുപോയത് എങ്ങനെയാ ചോദിക്കുന്നത്. ഒന്ന് വായിച്ചായിരുന്നു. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനാകുന്ന യോനാഥാനെയും കുറിച്ച് വിലാപഗാനം ചൊല്ലിയത് അവൻ യഹൂദാ മക്കളെ ധനുർഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേലേ, നിന്റെ പ്രതാപമായവൻ നിന്റെ നീതന്മാരായി പട്ടുപോയതെങ്ങനെ കത്തിൽ പ്രസിദ്ധപ്പെടുത്തുന്ന അസ്കലോം വീഥികളെ ഘോഷിക്കരുത്. ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുത്. അഗ്രചർമ്മകളുടെ കന്യമാർ ഉല്ലസിക്കരുത്. ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് നിലങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു. ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച അവിടെ പട്ടുപോയി. ആരും പട്ടുപോകരുത്. ആരാ പട്ടത്? ശൗല് ആരാ? എല്ലാരെക്കാളും തോൾപ്പക്കമുള്ളവൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, കാശുള്ള കീശിന്റെ മകൻ, ബെന്യാമീൻ ഗോത്രജൻ, കടിച്ചു കീറുന്ന
അഭിഷേകം പ്രാപിച്ചവൻ, കൗമേല തൈലപാത്രത്തിൽ തൈലമെടുത്ത് ഒഴിച്ചവൻ അഭിഷേകം പ്രാപിച്ചു. നീ തന്നെ പിരിഞ്ഞ് സെൽസകൾ റാഗലിന്റെ കല്ലറയ്ക്ക് ചെല്ലുമ്പോൾ 2 ആളെ കാണും. അപ്പോൾ ആമ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ആള് മാറിയവനെ പോലാകും. അപ്പോൾ നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യണം. ഇങ്ങനെ അഭിഷേകം പ്രാപിച്ചവൻ, ഗത്തിലൊക്കെ ജയമെടുത്തവൻ, തോൽപ്പൊക്കമുള്ളവൻ, പക്ഷെ പട്ടുപോയി. എന്റെ കേൾക്കുന്ന പ്രിയരെ, ആരും പട്ടുപോകരുത്, ആരും നശിച്ചു പോകരുത്. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. അത് ഒന്ന്. ഈ കാദേശ് നടുങ്ങാനുള്ള കാരണം യോദ്ധാക്കളാകുന്ന വീരന്മാർ പട്ടുപോയ സ്ഥലമാണ് കാദേശ്. ഒരു കാര്യം കൂടെ പറയാം, അതിനെ ഇന്ന് സമയമുള്ളു. എനിക്കൊന്ന് 9:30 കഴിഞ്ഞെന്നാ തോന്നല്ലയോ? അയ്യോടി, എന്നാ ഇതൂടെ പറഞ്ഞങ്ങ് നിർത്താം. 2 പോയിന്റ് അത് മതി. ബാക്കി ഇനിയും അടുത്ത വർഷം വല്ലതും ചോദിച്ചാൽ വിളിക്കുകയാണെങ്കിൽ, കർത്താവ് വരാൻ താമസിച്ചാൽ, ആയുസ്സും ആരോഗ്യമുണ്ട്, ബാക്കി പോയിന്റ് അടുത്ത കൊല്ലം പോരെ ചോദിച്ചാ. ജോയിസാ, പിന്നെ പുള്ളി ജോയിസായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഇത് പട്ടുപോകാൻ ഈ കാലേശ് നടുങ്ങാൻ 2ാമത്തെ കാര്യം. സംഖ്യാപുസ്തകം 20:1 വായിച്ചേ തോന്നിച്ചായ. സംഖ്യ 20:1. സംഖ്യാപുസ്തകം താഴെ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി ജനം കാദേശിൽ പാർത്തു. അടുത്തത്, അവിടെ വെച്ച് മിരിയാം മരിച്ചു. കാദേശ് നടുങ്ങാനുള്ള 2ാമത്തെ കാരണം മിരിയാം മരിച്ച സ്ഥലമാ. നിർത്ത്. മിരിയാം മരിച്ച സ്ഥലമാ കാദേശ്. കാദേശ് നടുങ്ങി. അതെന്നാ മിരിയാം മരിച്ചപ്പോ കാദേശ് നടുങ്ങിയത്? അതിനാന്ന് അടുത്ത വാക്യം വായിക്കുമ്പോ അറിയാം നടുങ്ങാൻ കാരണം എന്നാന്ന്. ജനത്തിന് കുടിപ്പാൻ വെള്ളം ഉണ്ടായിരുന്നില്ല, അതാ നടുങ്ങിയത്. എന്ന് പറഞ്ഞാൽ കാദേശിൽ വെള്ളമില്ലായിരുന്നു. ഈ അമ്മ ചത്തത് വെള്ളം ഇറങ്ങാതാ. മിരിയാം ആരാ? മോശയുടെ അഹരോന്റെ മൂത്തതാ, കുടുംബത്തിലെ മൂത്ത അമ്മ, സഭയിലെ അമ്മ തന്നെ മൂപ്പ. എന്റെ അഭിപ്രായമാ, സോദരി സമാജത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അമ്മ. അതാണല്ലോ ആദ്യം തപ്പെടുത്ത് സെന്ററിന്റെ സോദരി സമാജത്തിന്റെ ആകെ 2 തോത്രം പറഞ്ഞ ഔത്തങ്ങൾ ആ വഴി അടച്ചു. കുടുംബത്തിലെ മൂത്തല്, സഭയിലെ മൂത്തല്, എന്റെ അഭിപ്രായം സോദരി സമാജത്തിന്റെ പ്രസിഡന്റ്, പ്രവാചകി, പാട്ടുകാരി, വർഷിപ്പ് ലീഡർ അമ്മാമ്മ. മാമ കയറി ഒരു പാട്ട് പാടുമ്പോൾ ജനം അങ്ങ് പിന്നെ ചുമ്മാരിക്കുന്നതിനെല്ലാം കൂടെ. അതൊക്കെ നല്ല കാര്യം, നല്ല കാര്യം. പ്രവാചകി നിഗാപ്രവചനം പഠിക്കുമ്പോൾ മിസ്രയീമിലെ സുവിശേഷ വേലയ്ക്ക് ഞാൻ മോശയെയും അഹരോനെയും മിരിയാമിനെ അയച്ചെന്ന സുവിശേഷ വേലയ്ക്കും മുൻപന്തി. ഭയത്തോടെ പറയാം, പക്ഷേ ചത്തത് വെള്ളം ഇറങ്ങാല. നമ്മളവരെ വിധിക്കേണ്ടത് കാണുമ്പോൾ ഞാൻ നീയും ഗുണീകരിക്കപ്പെട്ടോണം. അവരുടെ ഗതി ഇങ്ങനാണെങ്കിൽ നമ്മുടെ ഗതി എങ്ങനാ? സ്തോത്രം. വെള്ളം ഇറങ്ങാനാ. അങ്ങനെ ഒത്തിരി പേര് മരിക്കും. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ യോജിക്കത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും പറയാം. പ്രായമുള്ള അപ്പച്ചനോ അമ്മച്ചോ അതുപോലുള്ളവർക്ക് ആശുപത്രി കൊണ്ടുപോയി, അത്യാസന്ന നിലയില്ല, ഡോക്ടർമാർ പറഞ്ഞു രക്ഷയില്ല. അങ്ങനെ എൻ്റെ അഭിപ്രായമാ, രക്ഷയില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുന്നതാണ് നല്ലത്. ദൈവമക്കളും ദൈവദാസന്മാരും എല്ലാം കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവം ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുന്നേൽപ്പിക്കും. അതല്ല അങ്ങോട്ട് ചേർത്ത് കൊള്ളാനാ തിരുതുമെങ്കിൽ എല്ലാവരും പാട്ട് പാടി പ്രാർത്ഥിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്ത് വാക്കുമൊക്കെ പറഞ്ഞ് ആ പ്രത്യാശയുടെ പാട്ട് പാടി അങ്ങനെ വേണം വിടാൻ. ഇതവിടെ കൊണ്ട് കിടത്തി ആമ്പലിന്റെ വള്ളി പോലെല്ലാം ഇട്ടിങ്ങനെ കള്ള. നമ്മൾ 4 മണിയാകുമ്പോൾ അവർ പറയും 4 മണിക്ക് കാണിക്കും. കാണാനൊരു 30 പേര് വെളിയിൽ ഒന്ന് പറഞ്ഞ് 2 പേരെ കാണിക്കും. ഈ തള്ളെ നേരത്തെ കാണാൻ കൊള്ളുകയല്ലായിരുന്നു. നമ്മളാ അന്നേരം പച്ച തുണി പുതപ്പിച്ച 5-8 എണ്ണത്തിന് കിട നമ്മുടെ അതാണ്. കുറച്ച് കഴിഞ്ഞ് നേഴ്സ് വന്ന് പറയും പോയി, വെള്ളം ഇറങ്ങുന്നില്ല, ഒരു പ്രാർത്ഥനയില്ല, സ്തോത്രവും ഇല്ല. ഞാൻ പെന്തിക്കോസുകാരോട് പറയാം, വൈദ്യശാസ്ത്രം പറയുക രക്ഷയില്ല. അങ്ങനെയെങ്കിൽ അനുവാദം മേടിച്ച് വീട്ടിൽ കൊണ്ടുവരണം.
ദൈവമക്കളും ദൈവദാസന്മാരും ദൈവമക്കളും ചേർന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവവചനം പറയണം. ആമേൻ. ആയുസ് ഉണ്ടെങ്കിൽ ദൈവം എഴുന്നേൽപ്പിക്കും, അതല്ലെങ്കിൽ നല്ല അന്ത്യം ഉണ്ടാകട്ടെ. നമ്മുടെ ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. ആരും പട്ടുപോകരുത്, ആരും നശിച്ചു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിച്ച് എൻ്റെ വാക്ക് നിർത്തുക. ഈ മഹായോഗത്തിൽ നിങ്ങൾ ഇതുവരെ സഹകരിച്ചതിന് നന്ദി. വാത്സല്യാച്ചായനെ ഒക്കെ സഹകരിച്ചല്ലോ, നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അമ്മ നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹിമ കൊടുക്കുക.